السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه وكماله، والشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وعلى آله وأصحابه سلم. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം, അതിൽ നിന്നും പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ നമ്മൾ കേട്ടു, പഠിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങളൊക്കെയും അതിലുള്ള എല്ലാ നന്മകളും ജീവിതത്തിന്റെ ഭാഗമാക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള സൂറത്തുകൾ ആണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനും ചർച്ച ചെയ്യാനും ഇൻഷാ അല്ലാഹ് ഉള്ളത്. വിശുദ്ധ ഖുർആന്റെ അവസാനത്തേക്ക് പോകുന്തോറും നമുക്കറിയാം, ചെറിയ സൂറത്തുകളാണ് അവസാന ഭാഗത്ത് മുഴുവനായും ഉള്ളത്. അൽ മുഫസ്സൽ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, എന്നറിയപ്പെടുന്ന അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാധാന്യം പഠിപ്പിച്ചു തന്ന, പ്രത്യേകം മഹത്വം പഠിപ്പിച്ചു തന്ന ഭാഗമാണ് വിശുദ്ധ ഖുർആന്റെ അവസാനത്തെ സൂറത്തുൽ ഖാഫ് മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഭാഗം. അതിൽ തന്നെ 3 ഭാഗങ്ങളായി പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ത്വിവാലുൽ മുഫസ്സൽ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഖാഫ് അല്ലെങ്കിൽ സൂറത്തുൽ ഹുജറാത്ത്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മുതൽ സൂറത്തുൽ മുർസലാത്ത് വരെയുള്ള ഭാഗം, അതാണ് ത്വിവാലുൽ മുഫസ്സൽ, മുഫസ്സലിൽ നീളം കൂടിയ സൂറത്തുകളുടെ ഭാഗം. പിന്നെ വിസാത്തുൽ മുഫസ്സൽ അല്ലെങ്കിൽ ഔസാത്തുൽ മുഫസ്സൽ എന്നറിയപ്പെടുന്ന ഭാഗമാണ് സൂറത്തുൽ നബ മുതൽ സൂറത്തുൽ ദുഹയുടെ മുകളിലേക്കുള്ള ഭാഗങ്ങൾ. സൂറത്തുൽ ദുഹയുടെ താഴെ ഉള്ള സൂറത്തുൽ നാസ് വരെയുള്ള ഭാഗത്തിനാണ് ഖിസാറുൽ മുഫസ്സൽ എന്ന് പറയുന്നത്. എന്താണ് ഈ ഭാഗത്തിന്റെ പ്രത്യേകത? ഒരുപാട് പ്രത്യേകതകൾ അതിനുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായ സൂറത്തുകൾ ഈ ഭാഗത്താണുള്ളത് എന്നതുകൊണ്ടാണ് അതിന് മുഫസ്സൽ എന്ന പേര് വന്നത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഭാഗത്തുള്ള സൂറത്തുകളിൽ മൻസൂഖായ ആയത്തുകൾ, നസ്ഖ് ചെയ്യപ്പെട്ട വചനങ്ങൾ കുറവായതുകൊണ്ടാണ്, എല്ലാം മുഹ്കമാണ്, ഒന്നും നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന അർത്ഥത്തിൽ ആണ് ഇതിന് മുഫസ്സൽ എന്ന പേര് വന്നത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ല, സൂറത്തുകൾ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത് കൊണ്ട്, ഫസ്ലുകൾ കുറെ വരുന്നത് കൊണ്ടാണ് മുഫസ്സൽ എന്ന പേര് വന്നതും എന്നും പണ്ഡിത ലോകത്ത് അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായങ്ങളിൽ പേര് വന്നതിന് ഏത് അഭിപ്രായം നമ്മൾ എടുത്താലും ഇതൊക്കെ ആ ഭാഗത്തിന്റെ പ്രത്യേകതകളാണ്. ഏറ്റവും കുറഞ്ഞ നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകളുള്ള ഭാഗമാണ്, വളരെ സാഹിത്യ സമ്പുഷ്ടമായ ഭാഗങ്ങളാണ്. പിന്നെ ഇസ്ലാമിന്റെ ഉസൂലുകൾ, ദീനിന്റെ അടിസ്ഥാനങ്ങളാണ് ഈ സൂറത്തുകളിൽ കാര്യമായും ചർച്ച ചെയ്യുന്നത്. വിധിവിലക്കുകൾ കുറവാണ്, അഹ്കാമുകൾ ഈ ഭാഗത്ത് കുറവാണ്. അധികവും ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ അറിയേണ്ടവന്റെ ദീനിന്റെ അടിസ്ഥാന വിഷയങ്ങളാണ് ഈ ഭാഗത്തുള്ള സൂറത്തുകളിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ചാൽ വിശ്വാസികൾക്ക് എപ്പോഴും ഓർമ്മിക്കപ്പെടേണ്ട, അർത്ഥം മനസ്സിലാക്കേണ്ട, എപ്പോഴും ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകേണ്ട സൂറത്തുകളാണ്
ഈ സൂറത്തുകൾ ഈമാനിൽ ഉറച്ചു നിൽക്കാൻ, വഴിപിഴച്ചു പോകാതിരിക്കാൻ, വ്യതിയാനങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ഒക്കെ ആവർത്തിച്ച് കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഭാഗങ്ങളാണ് മുഫസ്സൽ എന്ന ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5 വക്ത് ഫർള് നിസ്കാരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്ന സൂറത്തുകളിൽ നമുക്ക് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് ഏതൊക്കെ സൂറത്തുകളായിരുന്നു, ഏതൊക്കെ വക്തുകളിൽ പാരായണം ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിക്കവാറും നമസ്കാരങ്ങളിൽ, ഒട്ടുമിക്ക ഫർള് നമസ്കാരങ്ങളിലും ഈ മുഫസ്സലിൽ ഉള്ള സൂറത്തുകളായിരുന്നു പാരായണം ചെയ്തിരുന്നത്. മുഫസ്സിലിൽ അല്ലാത്ത സൂറത്ത് പാരായണം ചെയ്തത് ഒന്ന് സൂറത്തു സജദയാണ്. അത് വെള്ളിയാഴ്ച സുബഹിന് പ്രത്യേകം ഫദ്ലുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ അങ്ങനെ പാരായണം 5 വക്ത് ഫർള് നിസ്കാരങ്ങളിൽ പാരായണം ചെയ്തതായി വന്നിരുന്നത് സൂറത്തുൽ മുഅ്മിനൂനിന്റെ ഒരു പകുതി ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കാരങ്ങളിൽ പാരായണം ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതല്ലാതെ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും കുതുബുസ് സിത്തയിൽ ഹദീസിന്റെ സുപ്രധാനമായ 6 ഗ്രന്ഥങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, നിസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പരിശോധിച്ചാൽ മിക്കവാറും ഈ മുഫസ്സൽ ഭാഗത്തുള്ള സൂറത്തുകളായിരുന്നു പാരായണം ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ സ്വഹാബിമാർ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഏതൊക്കെ നിസ്കാരത്തിൽ എങ്ങനെയൊക്കെയുള്ള സൂറത്തുകളായിരുന്നു പാരായണം ചെയ്തിരുന്നത്. അവിടെ നമ്മൾ ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു രത്ന ചുരുക്കം പറയുകയാണെങ്കിൽ ഫജ്ർ നിസ്കാരത്തിലായിരുന്നു ഏറ്റവും ദൈർഘ്യമുള്ള സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നു. അപ്പോൾ മുഫസ്സലിൽ തന്നെ സൂറത്തുൽ ഖാഫ് മുതൽ തിവാലുൽ മുഫസ്സൽ എന്ന് പറയുന്ന സൂറത്തുൽ മുർസലാത്ത് വരെ, നബൈന്റെ തൊട്ട് മുകളിലുള്ള സൂറത്ത് വരെയുള്ള ഭാഗങ്ങളായിരുന്നു ഫജ്ർ നിസ്കാരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായി പാരായണം ചെയ്തിരുന്നത്. ളുഹ്ർ നിസ്കാരത്തിന് സുബഹി നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നതിന്റെ അടുത്ത് വരെ ളുഹ്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ഓതാറുണ്ട്. അല്ലെങ്കിൽ സുബഹിന്റെ പകുതി, സുബഹി നിസ്കാരത്തിൽ ഓതുന്നതിന്റെ പകുതി നേരം ളുഹ്ർ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ട്. അസ്ർ നിസ്കാരത്തിന് ചിലപ്പോൾ ളുഹ്ർ നിസ്കാരത്തിന്റെ ദൈർഘ്യമുള്ളതായും കാണാം, ചിലപ്പോൾ ളുഹ്റിന്റെ പകുതി ദൈർഘ്യമുള്ളതായും കാണാം. മഗ്രിബ് നിസ്കാരത്തിലായിരുന്നു ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത്. എന്നാൽ അതേ മഗ്രിബിന് തന്നെ ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹി എന്ത് ചെയ്യും, വലിയ സൂറത്തുകൾ ഓതും. ഈ മുഫസ്സലിൽ തന്നെ പെട്ട വലിയ സൂറത്തുകൾ ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യും. മുഫസ്സലിന്റെ പുറത്തുക്കും ഒരു നിസ്കാരത്തിൽ ഓതിയിട്ടുണ്ട്. സൂറത്തുൽ അഅറാഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്തിലായി മഗ്രിബ് നിസ്കാരത്തിന് പൂർണ്ണമായും ഓതിയത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒറ്റ തവണയാണ് ഹദീസിൽ അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഇശാ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത് ളുഹ്റിന് അല്ലെങ്കിൽ അസറിനൊക്കെ ഓതിയിരുന്നത് പോലെ സുബൈന്റെ അത്ര ദൈർഘ്യമില്ല, എന്നാൽ പിന്നെ മഗ്രിബിനെ ഓതുന്ന അത്ര ചെറുതുമല്ലാത്ത സൂറത്തുകളായിരുന്നു ഇശാ നിസ്കാരത്തിന് ഓതിയിരുന്നത്. അപ്പം ഇതിനെ പിന്നെ ഹദീസുകൾ ജംഅ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. സുബൈ നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത് തിവാലുൽ മുഫസ്സലിൽ നിന്നാണ്. തിവാലുൽ മുഫസ്സലിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈ നിസ്കാരത്തിൽ ഓതിയിരുന്നത്. ളുഹ്റിന്റെ വിഷയത്തിൽ ഹദീസുകൾ 2 രൂപത്തിൽ വന്നുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. അതായത് തിവാലിൽ നിന്നാണോ ഓതിയിരുന്നത്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, തിവാലിൽ നിന്നാണോ ഓതിയത്, അതല്ല വിസാത്തിൽ നിന്നാണോ ഓതിയത്, മുർസലാത്ത് വരെയുള്ള കാഫ് മുതൽ മുർസലാത്ത് വരെയുള്ള ഭാഗത്ത് നിന്നാണോ ഓതിയത്, അതല്ല നബഅ് മുതൽ ദുഹന്റെ ഇടയിലുള്ള ഭാഗത്ത് നിന്നാണ് ഓതിയത്, പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു 2 രൂപത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ ജംഅ ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞത് രണ്ടും റസൂലുള്ളാഹി ഓതാറുണ്ട്. ചിലപ്പോൾ തിവാലിൽ നിന്ന് ഓതും, ചിലപ്പോൾ വിസാത്തിൽ നിന്ന് ഓതും. തിവാലിൽ നിന്ന് ഓതുമ്പോൾ അതിൽ നിന്ന് താരതമ്യേന ചെറുതാണ് ഓതുക. സുബൈക്ക് ഓതുന്നത് അതിൽ തന്നെ ദീർഘം കൂടിയതാണ് അവിടെ ഓതുക. സുബൈക്ക് 2 ഓതും, അതിൽ തന്നെ ദീർഘം കൂടിയത് ഓതും, കുറഞ്ഞത് ഓതും. ളുഹ്റിന് ഓതുമ്പോൾ തിവാലിൽ നിന്ന് ദൈർഘ്യം കുറഞ്ഞത് തെരഞ്ഞെടുത്ത് ളുഹ്റിന് പാരായണം ചെയ്യും. പിന്നെ വിസാത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യും. അസ്ർ നിസ്കാരത്തിന് വിസാത്തിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത്. വിസാത്തിൽ തന്നെ പലപ്പോഴും അതിന്റെ കൂട്ടത്തിൽ ചെറുത് നോക്കിയിട്ടാണ് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത്. മഗ്രിബിനാണെങ്കിൽ ഖിസാറുൽ മുഫസ്സിലാണ് സാധാരണയായി പാരായണം ചെയ്യുക, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വിസാത്തിൽ നിന്നും തിവാലിൽ നിന്നും ഓതാറുണ്ട്. ഇശാ നിസ്കാരത്തിന് സാധാരണ വിസാത്തിൽ നിന്നാണ് ഓതുക. വിസാത്തിൽ തന്നെ താരതമ്യേന ചെറിയ സൂറത്തുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത്. അപ്പൊ എന്തിനാണ് സ്വഹാബിമാര് ഈ ഓതിയിരുന്ന ദൈർഘ്യവും സൂറത്തുകളും നമുക്ക് പഠിപ്പിച്ചു തന്നത്? എന്തിനാ എല്ലാ സുന്നത്തും പഠിപ്പിച്ചിരുന്നത്? പിൻപറ്റാനാണ്. പിൻപറ്റാൻ തന്നെയാണ് ഈ സൂറത്തും പഠിപ്പിച്ചു തന്നത്. പക്ഷേ ഈ സുന്നത്ത് പിൻപറ്റുന്ന പള്ളികളും ഇമാമിയങ്ങളും വളരെ വളരെ തുച്ഛമാണ്, വളരെ തുച്ഛമാണ്.
എന്തുകൊണ്ടാണ് ഈ സൂറത്തുകൾക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാധാന്യം കൊടുത്ത്? നമ്മൾ പറഞ്ഞു, ഈ സൂറത്തുകൾ ആവർത്തിച്ച് കേൾക്കേണ്ടതും ദീനിന്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിക്കുന്നതും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നതും പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതും റബ്ബിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതും അങ്ങനെ ജീവിതം പരിശുദ്ധമാക്കാൻ, ജീവിതത്തിൽ തസ്കിയത്ത് ഉണ്ടാകാൻ, ജീവിതത്തിൽ തർബിയത്ത് ഉണ്ടാകാൻ സഹായിക്കുന്ന സൂറത്തുകളാണ് ഈ സൂറത്തുകൾ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സുപ്രധാനമായ കാരണം എന്ന് നമുക്ക് ആ സൂറത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ സൂറത്തുകളുടെ ഒരു പ്രത്യേകത, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 വക്ത നിസ്കാരത്തിന്റെ പ്രത്യേകതയായി, നിസ്കാരത്തിലെ പാരായണവുമായി ബന്ധപ്പെട്ട പ്രത്യേകതയെ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായി ഒരു നിസ്കാരത്തിൽ ഒരു സൂറത്ത് ഓതി തുടങ്ങിയാൽ അത് അവസാനിക്കുന്നത് വരെ ഓതുമായിരുന്നു. ഒന്നുകിൽ ഒരു റക്അത്തിൽ തന്നെ അത് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിലായിട്ട് അത് അവസാനിപ്പിക്കും. ഇപ്പോൾ ഖാരിയങ്ങളും ഇമാമിയങ്ങളും പൊതുവെ ചെയ്യാറ് ഏതെങ്കിലും സൂറത്തിന്റെ 2, 3, 4, 5, 6, 7 ആയത്തെടുത്ത് ഓതുന്ന ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റ ഹദീസിലും ഫർള് നിസ്കാരങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഒറ്റ ഹദീസിലും വന്നിട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത് പറയുന്നുണ്ട്, വലം യുഹ്ഫദ് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടേയില്ല. ഒരു സൂറത്തിന്റെയും തുടക്കത്തിൽ നിന്ന് കുറച്ച് ഭാഗമോ മധ്യത്തിൽ നിന്ന് കുറച്ച് ഭാഗമോ അവസാനത്തിൽ നിന്ന് കുറച്ച് ഭാഗമോ ഓതുന്ന ശൈലി സ്ഥിരപ്പെട്ട് വന്നിട്ടേയില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. ഫർള് നിസ്കാരത്തിലാണ് പറയുന്നത്, സുന്നത്തില് ഉണ്ട്. അപ്പോ അങ്ങനെ തന്നെ ഓതലാണ് ഏറ്റവും അഫ്ദൽ. ഒരു സൂറത്ത് തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കുക. അതിന് തെളിവായി വേറെ കുറെ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബിമാര്, നമ്മൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി നിസ്കരിക്കും മദീനത്ത്. അപ്പോ മഅ്മൂമായിട്ടാണ് നിസ്കരിക്കുക. എന്നിട്ട് അദ്ദേഹം തന്നെ നാട്ടിലേക്ക് പോകും. മദീനയിൽ നിന്ന് കുറച്ച് അകലെയാണ് നാട്. അപ്പൊ നാട്ടിലെ ആളുകൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി കാത്തു നിൽക്കും. ഒരു ഇശാ നിസ്കരിക്കൂല. അപ്പൊ അദ്ദേഹം വരുമ്പോൾ ഒരുപാട് വൈകും. അവിടുന്ന് സുൽത്താൻ അടുത്ത് ഇശാക്ക് നിസ്കരിച്ചിട്ട് വരുമ്പോൾ കുറെ വൈകും. അതുവരെ ഇവർ കാത്തു നിൽക്കും. കാരണം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇമാമായി നിസ്കരിപ്പിക്കാനുള്ള അവരുടെ ആഗ്രഹമാണ് അവർ അത്രയും കാത്തു നിൽക്കുന്നത്. കാരണം റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നും പോകുന്ന ആളാണ്. ഖുർആൻ വളരെയധികം അറിയുന്ന സ്വഹാബിയാണ്. റസൂലുള്ളാഹി ഖുർആന്റെ വിഷയത്തിൽ പ്രത്യേകം സ്വഹാബത്തിൽ തിളങ്ങി നിന്ന സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. പണ്ഡിതനാണ്. അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഹലാൽ ഹറാമുകൾ അറിയുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പണ്ഡിതനായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹത്തെ കാത്തു നിൽക്കും. അപ്പൊ അദ്ദേഹം വന്നിട്ട് ദീർഘമായ സൂറത്തുകൾ ഓതും. ഇശാസ്കാരത്തിന് സൂറത്തുൽ ബഖറ അക്കാണ്ട് ഓതും. അപ്പം അവിടെ മഅ്മൂമിങ്ങൾക്ക് ഭയങ്കര പ്രയാസമായി. മഅ്മൂമിങ്ങൾ ഒരു ദിവസം മുആദ് ഇബ്നു ജബൽ ഇമാം വന്നപ്പോൾ സൂറത്തുൽ ബഖറ ഓതി തുടങ്ങി. അപ്പൊ പിന്നിലുള്ള മഅ്മൂം നിസ്കാരം നിർത്തി. ഇപ്പൊ നമ്മൾ പള്ളിക്കൽ ഇശായിന് പോവാണ്. നമുക്ക് കുറെ നേരം നിൽക്കാൻ കഴിയില്ല. ഇമാം സൂറത്തുൽ ബഖറ തുടങ്ങിയാൽ നമ്മൾ നിർത്തുവോ? നമ്മൾ ഇറങ്ങി പോവോ? ഇല്ല. എന്താ കാരണം? നമുക്ക് നിൽക്കാൻ കഴിയൂല. നമുക്ക് നിർത്തി പോകാൻ എതിരുണ്ട്. പക്ഷെ ഇമാം സൂറത്തുൽ ബഖറ തുടങ്ങി നമ്മൾ നിർത്തും. അതുകൊണ്ട് മാത്രം നമ്മൾ നിർത്തുവോ? നിർത്തൂല. എന്താ കാരണം? 5 ആയത്തോതി നിർത്തും, അല്ലെങ്കിൽ 15 ആയത്തോതി നിർത്തും. അത്രേ ഉണ്ടാവുള്ളൂ, നമുക്കറിയാം. പക്ഷേ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇമാം നിന്നപ്പോ പിന്നെയുള്ള സ്വഹാബി എന്ത് ചെയ്തു? കാരണം ഇത് ഫുള്ളാക്കാൻ പോവാണ്. അപ്പൊ അതായിരുന്നു റസൂലുള്ളാഹി സ്വഹാബത്തിന്റെ ഒക്കെ രീതി. ഒരു സൂറത്ത് തുടങ്ങിയാൽ അത് മുഴുവനാക്കാം. ഒന്നിക്കൽ ഒരു റക്അത്തിൽ മുഴുവനാക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തും കൂടി ചേർത്തിട്ട് അത് മുഴുവനാക്കും. അതാണ് സുന്നത്തിനോട് ഏറ്റവും യോജിച്ച രീതി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സുന്നത്ത് അതാണ്. അങ്ങനെ റസൂലുള്ളാഹി ഓതാൻ തെരഞ്ഞെടുത്തിരുന്ന സൂറത്തുകളും കാര്യമായും മുഫസ്സലാണ്. മുഫസ്സലിൽ നിന്ന് പുറമേക്ക് വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ മാത്രമേ എന്തിരുന്ന റസൂലുള്ളാഹി മുഫസ്സലല്ലാത്ത ഭാഗങ്ങൾ ഓതിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ മുഫസ്സലിന്റെ പ്രത്യേകതയാണ്. ഇന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് അതായത് ഈ ഖുർആനിലെ ഓരോ ഭാഗങ്ങൾ ഓരോ മുൻകഴിഞ്ഞ ഓരോ വേദഗ്രന്ഥങ്ങൾക്ക് പകരമായി കിട്ടിയതാണ് എന്ന് റസൂൽ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഷെയ്ഖ് അൽബാനിയൊക്കെ സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. തൗറാത്തിന്റെ സ്ഥാനത്താണ് എനിക്ക് ദൈർഘ്യമേറിയ 7 സൂറത്തുകൾ ലഭിച്ചിട്ടുള്ളത്. അതേതാണ്? ബഖറ മുതൽ അറാഫ് വരെ നീണ്ടു നിൽക്കുന്ന സൂറത്തുകൾ. സബൂറിന്റെ സ്ഥാനത്താണ് 100 ആയത്തുകൾ അല്ലെങ്കിൽ 100-ൽ പരം കുറച്ച് കൂടുതൽ വരുന്ന ആയത്തുകൾ അടങ്ങുന്ന സൂറത്തുകൾ എനിക്ക്
നൽകപ്പെട്ടിട്ടുള്ളത്. 100 ആയത്തുകൾ വരാത്ത സൂറത്തുകൾ, അതിനാണ് മസാനി എന്ന് പറയും. ആ മസാനി എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഇഞ്ചീലിന്റെ സ്ഥാനത്താണ്. അപ്പൊ മുൻകഴിഞ്ഞ 3 വേദഗ്രന്ഥങ്ങളുമായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫുദ്ദിൽതു ബിൽ മുഫസ്സൽ, മുഫസ്സൽ കൊണ്ട് എനിക്ക് ശ്രേഷ്ഠത നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ഉമ്മത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ശ്രേഷ്ഠത നൽകിയ ഭാഗമാണെന്ത്? മുഫസ്സൽ. മുൻകഴിഞ്ഞ വേദക്കാർക്ക് ഒന്നും കൊടുക്കാതെ ഈ ഉമ്മത്തിന് പ്രത്യേകമായി അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് മുഫസ്സൽ എന്ന് പറയുന്ന സൂറത്തുകൾ. ഇന്ന് നമുക്ക് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അത്രയൊക്കെ പ്രത്യേകതകളുണ്ട് മുഫസ്സൽ എന്ന ഭാഗത്തിന്. അപ്പൊ അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഈ ഭാഗം നമ്മൾ എന്തായാലും പഠിക്കേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ആവർത്തിച്ച് കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതും ധാരാളമായി ചിന്തിക്കേണ്ടതും തദബ്ബുർ നടത്തേണ്ടതുമായിട്ടുള്ള ഭാഗങ്ങളാണ് എന്നുള്ളതിനെ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു വസ്തുതയാണ് ഈ മുഫസ്സൽ എന്ന ഭാഗത്തിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇനി സൂറത്തിലേക്ക് നടക്കാം. നമ്മൾ അവസാനത്ത് നിന്ന് മേലേക്ക് പോകാന്നാണ് തീരുമാനിച്ചത് അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ സൂറത്തുൻ നാസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് സൂറത്തുൻ നാസ്. സൂറത്തുൻ നാസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ സൂറത്തിന് സൂറത്തുൻ നാസ് എന്ന പേര് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ സാധിക്കും. അതുപോലെ മുഅവ്വിദതൈനി എന്ന് സൂറത്തുൻ നാസിനെയും സൂറത്തുൽ ഫലഖിനെയും ചേർത്തുകൊണ്ട് പറഞ്ഞ് കാണാൻ സാധിക്കും. പിന്നെ സൂറത്തുൻ നാസിനെയും സൂറത്തുൽ ഫലഖിനെയും സൂറത്തുൽ ഇഖ്ലാസിനെയും കൂടി ചേർത്താണ് എന്തുണ്ട് പേര്? അൽ മുഅവ്വിദാത്ത്. അൽ മുഅവ്വിദാത്ത് എന്ന് പറയപ്പെട്ടതും നമുക്ക് കാണാൻ സാധിക്കും. ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ സൂറത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് നിസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്തുകളിൽ പെട്ടതാണെന്ത്? സൂറത്തുൻ നാസ്. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂദാവൂദും നസായിയും എല്ലാം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അതില് ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു, അൻ അഖറഅ ബിൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്ത് പാരായണം ചെയ്യുവാൻ എന്നോട് കൽപ്പിച്ചു. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്, അൽ ഫലഖ്, അന്നാസ്. ഫി ദുബുരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന് ശേഷവും മുഅവ്വിദാത്ത് പാരായണം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചു. അതുപോലെ തന്നെ റസൂൽ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ലഖീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഫഖാല ലി, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഉഖ്ബത്ത് ഇബ്നു ആമിർ, അലാ ഉഅല്ലിമുക സുവറൻ മാ ഉൻസിലത് ഫി തൗറാത്തി വലാ ഫി സബൂരി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ ഫുർഖാനി മിസ്ലുഹുൻ. ഓ ഉഖ്ബത്ത് ഇബ്നു ആമിർ, ഞാൻ നിനക്ക് കുറച്ച് സൂറത്തുകൾ പഠിപ്പിച്ചു തരട്ടെ. അത് തൗറാത്തിലും അവതരിച്ചിട്ടില്ല, സബൂറിലും അവതരിച്ചിട്ടില്ല, ഇൻജീലിലും അവതരിച്ചിട്ടില്ല. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിലും അതുപോലെ മറ്റു സൂറത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള സൂറത്തുകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ലാ യഅതിയന്ന അലൈക ലൈലത്തുൻ ഇല്ലാ ഖറഅതഹുന്ന, നിനക്ക് നിന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ രാത്രികളിലും നീ അത് പാരായണം ചെയ്യണം. അത് പാരായണം ചെയ്യാത്ത രാത്രികൾ നിനക്ക് വരാൻ പാടില്ല. എല്ലാ രാത്രികളിലും ഇത് പാരായണം ചെയ്യണം. ഏതൊക്കെയാണത്? ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഉഖ്ബ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ അതത് അലയ്യ ലൈലത്തുൻ ഇല്ലാ ഖറഅതുഹുന്ന ഫീഹാ, എന്റെ ജീവിതത്തിൽ വന്ന എല്ലാ രാത്രികളിലും ഞാനത് പാരായണം ചെയ്തിട്ടുണ്ട്. വഹുഖ്ഖലി അല്ലാ അദഅഹുന്ന വഖദ് അമറനി ബിഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ച സ്ഥിതിക്ക് അത് ഒഴിവാക്കുക എന്നത് ഒരിക്കലും എനിക്ക് പാടില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത് ഇമാം അഹ്മദ് ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, രാവിലെയും വൈകുന്നേരവും 3 തവണ ഓതിയാൽ എന്താണ്? തക്ഫീഹി മിൻ കുല്ലി ഷൈ, എല്ലാറ്റിനും പകരമായി അത് മതി. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും സംരക്ഷണമായി അത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖറജ്നാ ഫീ ലൈലത്തിൻ മതീറത്തിൻ വദുൽമത്തിൻ ശദീദത്തിൻ, കനത്ത മഴയുള്ള കനത്ത ഇരുട്ടുള്ള ഒരു രാത്രിയിൽ ഞങ്ങൾ പുറപ്പെട്ടു. നത്ലുബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ലനാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് വേണ്ടി ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹിനെ തെരഞ്ഞുകൊണ്ട്
ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഖുൽ ഖുൽ എന്ന് പറഞ്ഞു. എന്താ ഖുൽ എന്ന് പറഞ്ഞാൽ? നീ പറയൂ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നു പറഞ്ഞു. ഫലം അഖുൽ ഷൈഅൻ, അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപ്പോൾ റസൂൽ വീണ്ടും പറഞ്ഞു ഖുൽ, അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. വീണ്ടും പറഞ്ഞു ഖുൽ, അപ്പോഴും ഞാനൊന്നും അപ്പൊ ഞാൻ ചോദിച്ചു മാ അഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ എന്താ ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യുക. വൽ മുഅവ്വിദതൈൻ, മുഅവ്വിദതൈനും പാരായണം ചെയ്യുക. എന്നുവെച്ചാൽ സൂറത്തുൽ ഫലഖും നാസും പാരായണം ചെയ്യുക. ഹീന തുംസി വഹീന തുസ്ബിഹ്, നീ വൈകുന്നേരത്തിലാകുമ്പോഴും രാവിലെയാകുമ്പോഴും. സലാസ മർറാത്തിൻ, 3 തവണയാണ് പാരായണം ചെയ്യേണ്ടത്. തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാത്തിനും നിനക്ക് അത് മതിയായതാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇമാം എങ്ങനെ നിസ്കാരത്തിന് ശേഷം ഓരോ പ്രാവശ്യം. ഇത് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും വേദന, രോഗം ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ മുഅവ്വിദാത്ത് പാരായണം ചെയ്തുകൊണ്ട് ഓതി തടവാറുണ്ടായിരുന്നു, മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദഷ്തക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു വേദന, ഒരു പ്രയാസം, ഒരു രോഗം ഉണ്ടായി കഴിഞ്ഞാൽ യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്ത്, അവിടുത്തെ സ്വന്തം ദേഹത്ത് മുഅവ്വിദാത്ത് പാരായണം ചെയ്യും. വയൻഫുസു, എന്നിട്ട് നഫ്സ് ചെയ്യും. നഫ്സ് പറഞ്ഞാൽ ചെറിയ രൂപത്തിൽ തുപ്പലം തെറിപ്പിച്ചുകൊണ്ട് ഊതുന്നതിനാണ് നഫ്സ് എന്ന് പറയാം. അങ്ങനെ റസൂൽ എന്ത് ചെയ്യും? ഊതും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ രോഗം, മരിക്കാൻ കാരണം, വഫാത്താകാൻ കാരണമായ രോഗം ശക്തമായപ്പോൾ കുൻതു അഖറഉ അലൈഹി, ഞാനായിരുന്നു പ്രവാചകർക്ക് പാരായണം ചെയ്ത് കൊടുത്തിരുന്നത്. വഅംസഹു ബിയദിഹി, എന്നിട്ട് അവിടുത്തെ കൈകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം ഞാൻ തടവി കൊടുത്തിരുന്നു. റജാഅ ബറകതിഹ, അവിടുത്തെ കൈയിന്റെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കൈകൊണ്ട് ഞാൻ പിന്നെ തടവി കൊടുത്തിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ 3 സൂറത്തുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറങ്ങാനുള്ള വിരിപ്പിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തിരുന്നു? മുഅവ്വിദാത്ത് പാരായണം ചെയ്തിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവா ഇലാ ഫിറാശിഹി, അവിടുത്തെ വിരിപ്പിലേക്ക് ചാഞ്ഞാൽ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ജംഅ കഫൈഹി, അവിടുത്തെ 2 കൈപ്പത്തികൾ ഒരുമിച്ച് കൂട്ടും. സുമ്മ നഫസ ഫീഹിമ, എന്നിട്ട് അതിൽ ഊതും. എങ്ങനെ ഊതും? ഫീഹിമ ഫഖറഅ ഫീഹിമ, ഊതിയിട്ട് റസൂലുള്ള പാരായണം ചെയ്യും. എന്താ പാരായണം ചെയ്യാം? ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എന്നിട്ടോ സുമ്മ യംസഹു ബിഹിമ മസ്തതാഅ മിൻ ജസദിഹി, എന്നിട്ട് അവിടുത്തെ ശരീരത്തിന് കഴിയുന്ന ഭാഗങ്ങളൊക്കെയും തടവും. യബ്ദഉ ബിഹിമ അലാ റഅസിഹി, തലയിൽ നിന്ന് തുടങ്ങും. വജ്ഹി, എന്നിട്ട് മുഖത്ത് തടവും. വമാ അഖ്ബല മിൻ ജസദി, ശരീരത്തിന്റെ മുൻഭാഗം എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തടവും. യഫ്അലു ദാലിക 3 മർറാത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ 6ാമത്തെ ഈ സൂറത്തിന്റെ പ്രത്യേകത, പിന്നെ വേറൊരു ഹദീസിൽ കാണാൻ സാധിക്കും, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് പോലുള്ള ഈ 2 സൂറത്തുകൾ പോലുള്ള ആയാത്തുകൾ, അങ്ങനെയുള്ള ആയത്തുകൾ കാണപ്പെട്ടിട്ടില്ല എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ പറഞ്ഞു, അലം തറ ആയാത്തിൻ, നീ ആയത്തുകൾ കണ്ടിട്ടില്ലയോ? ഉൻസിലത്തില്ലയില, ഇന്നലെ ഇറങ്ങിയ ആയത്തുകൾ നീ കണ്ടില്ലയോ, നീ അറിഞ്ഞില്ലയോ? ലം യുറ മിസ്ലുഹുന്ന ഖത്ത്, അതുപോലത്തെ ഒരു ആയത്ത് ഇതുവരെ കാണപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ആയത്തുകൾ നീ കണ്ടിട്ടില്ലയോ? ഏതാണത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കും. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജൂതൻ സിഹർ ചെയ്തു, അല്ലേ? ജൂതൻ സിഹർ ചെയ്ത സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും പാരായണം ചെയ്തുകൊണ്ടായിരുന്നു എന്ത് ചെയ്തത്? മന്ത്രിച്ചിരുന്നത്. സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സഹറൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിനൽ യഹൂദ്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതന്മാരിൽപ്പെട്ട ഒരു വ്യക്തി സിഹർ ചെയ്തു. ഫഷ്തക, അപ്പോൾ അദ്ദേഹം പ്രവാചകർക്ക് വേദനയുണ്ടായി, അതായത് രോഗമുണ്ടായി. ഫഅതാഹു ജിബ്രീൽ അലൈഹിസ്സലാം, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ബിൽ മുഅവ്വിദതൈൻ, എന്തുമായ വന്നത്? മുഅവ്വിദതൈനുമായാണ് വന്നത്. വഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന റജുലൻ മിനൽ യഹൂദി സഹറക, ജൂതന്മാരിൽപ്പെട്ട ഒരു വ്യക്തി താങ്കൾക്കെതിരെ സിഹർ ചെയ്തിട്ടുണ്ട്. വസ്സിഹ്റു ഫീ ബിഇരി ഫുലാൻ, ഇന്ന കിണറ്റിലാണ് സിഹർ ചെയ്തിട്ടുള്ളത്. ഫഅർസല അലിയൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു ആ കിണറ്റിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഫജാഅ ബി അലി റളിയല്ലാഹു അൻഹു, സിഹർ ചെയ്ത വസ്തുക്കളുമായി കടന്നു വന്നു. ഫഅമറഹു അൻ യുഹില്ലൽ ഉഖദ്, അപ്പോൾ ആ സിഹർ ചെയ്ത വസ്തുക്കളുടെ കെട്ടുകൾ അഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. വയഖറ ആയതൻ, എന്നിട്ട് പിന്നെ കെട്ടുകൾ അയച്ചുകൊണ്ട് ആയത്തുകൾ പാരായണം ചെയ്തു. ഫജഅല യഖറഉ വയഹുൽ, അപ്പോൾ അദ്ദേഹം ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് അത് അയച്ചുകൊണ്ടിരുന്നു. ഹത്താ ഖാമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നമാ ഉൻഷിത മിൻ ഇഖാൽ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ രോഗം സുഖപ്പെട്ട ഒരു ഒട്ടകത്തിന്റെ ഒരു അവസ്ഥ ഉണ്ട്. അതാണ് ഉൻഷിത മിൻ ഇഖാൽ എന്ന് പറഞ്ഞാൽ, രോഗം സുഖപ്പെട്ട് കഴിഞ്ഞ ഒട്ടകത്തിന് ഭയങ്കര ഉന്മേഷീകരം, ഭയങ്കര ആവേശീകരം, അതുപോലത്തെ ഒരു ഉന്മേഷവും ആവേശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായി. ഫമാ ദക്കറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാലികൽ യഹൂദി ശൈഅൻ മിമ്മാ സന, അദ്ദേഹം റസൂലുള്ളാഹിക്കെതിരെ ചെയ്ത സിഹറുമായി ബന്ധപ്പെട്ട് ആ ജൂതനോട് റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല. വലാ അറാഹു ഫീ വജ്ഹിഹി, അവിടുത്തെ മുഖത്തും ഒന്നും പ്രത്യക്ഷപ്പെട്ടില്ല. ഇത് അബ്ദു ബിൻ ഹുമൈദ് തഹാവിയൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇതിന്റെ വിശദമായ ഹദീസാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. അങ്ങനൊന്നുമില്ല, ഇല്ല. അപ്പോൾ തുടക്കത്തിൽ ഫാത്തിഹ ഒന്നും വേണ്ട, ഈ സൂറത്തുകൾ തന്നെ മതി. അപ്പൊ ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതയാണ്? മുഅവ്വിദാത്തിന്റെ അതിൽപ്പെട്ട സൂറത്തുൻ നാസിന്റെ അടക്കമുള്ള പ്രത്യേകത. 7 പ്രത്യേകതകളാണ് നമ്മൾ ഇന്ന് സൂറത്തുൻ നാസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഒന്നുകൂടി എണ്ണി പറയാം, ഹദീസുകൾ പറയാതെ. 1, 5 വക്ത് നിസ്കാരത്തിന് ശേഷം ചൊല്ലൽ സുന്നത്താണ്. 2, ഇഞ്ചീലിലോ തൗറാത്തിലോ ഖുർആനിലോ ഒന്നും ഇതിന് തുല്യമായ ഒന്ന് അവതരിക്കപ്പെട്ടിട്ടില്ല. 3, രാവിലെയും വൈകുന്നേരവും 3 തവണ പാരായണം ചെയ്താൽ എല്ലാത്തിൽ നിന്നും സംരക്ഷണമായി അത് മതി. 4, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ഈ മുഅവ്വിദാത്ത് പാരായണം ചെയ്തുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വയം മന്ത്രിച്ചിരുന്നത്. 5, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വിരിപ്പിലേക്ക് പോകുമ്പോൾ ഈ സൂറത്തുകൾ ഓതി തടവാറുണ്ടായിരുന്നു. 6, ഇതുപോലെ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസ് പോലുള്ള സൂറത്ത് അതുപോലത്തെ ഒരു ആയത്തുകൾ വേറെ കാണപ്പെട്ടിട്ടേ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 7, പിന്നെ സിഹർ ചെയ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകളായിരുന്നു ഓതാൻ വേണ്ടി എന്ത് ചെയ്തത്, കൽപ്പിച്ചത്. ഇനി സൂറത്തുൻ നാസിനെ കുറിച്ച്, സൂറത്തുൻ നാസ് മക്കിയത്താണോ മദനിയത്താണോ? ഏത് സൂറത്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഹിജറക്ക് മുമ്പ് അവതരിച്ചതാണോ ഹിജറക്ക് ശേഷം അവതരിച്ചതാണോ? ആ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ഏകാഭിപ്രായമില്ല, ശക്തമായ ഖിലാഫുണ്ട്, ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് മക്കിയത്താണ്, വേറെ ചില പണ്ഡിതരും മദനിയത്താണ്. മുഖാത്തിബ് ഇബ്നു സുലൈമാൻ, സജ്ജാജ്, സമർഖന്ദി, വാഹിദി, സമഖ്ശരി, ഇബ്നു ജുസൈ, ഇബ്നു ആദിൽ, ഷിർബീനി, അബു സഊദ്, ഖാസിമി, ഇബ്നു ആഷൂർ, ഇതൊക്കെ റഹിമഹുമുല്ലാ ഇത് മക്കിയത്താണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ്. സൂറത്തുൻ നാസ് മക്കയിൽ അവതരിച്ചതാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ്. എന്നാൽ അതേ സ്ഥാനത്ത് അൽ മാതുരിദി, അസ്സഅലബി, മക്കി, സംആനി, ബഗവി, റാസി, ഖാസിൻ, ഇബ്നു കസീർ, ഉലൈമി, ഫൈറൂസാബാദി, സഅദി ഇവരൊക്കെ ഇത് മദനിയത്താണ് എന്ന് അഭിപ്രായപ്പെട്ട മുഫസ്സിരീങ്ങളാണ്. അപ്പോൾ ആ വിഷയത്തിൽ ശക്തമായ ഖിലാഫുണ്ട്. ഒന്നിനെ ഒരു അഭിപ്രായത്തെ ബലപ്പെടുത്താൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ല. ഇനി എന്താണ് സൂറത്തുൻ നാസ് അവതരിച്ചതിന്റെ ലക്ഷ്യം? എന്താണ് സൂറത്തുൻ നാസ് അവതരിപ്പിക്കപ്പെടുന്നതിന്റെ ലക്ഷ്യം? അത് അൽ ഇസ്തിആദതു മിൻ ശർരി മാ യുവസ്വിസു ഫിസ് സുദൂർ, മനസ്സുകളിൽ അത് പിശാചുക്കളെ ഉപയോഗിച്ചിട്ടാണ് സിഹർ ചെയ്യുന്നത്. ഊതിയിട്ടും കെട്ടിയിട്ടും ഓരോ സ്ഥലത്ത് ഇടുന്നത് എന്താണ്? പിശാചുക്കളെ പൂജിച്ചും പിശാചുക്കളെ തൃപ്തിപ്പെടുത്തും പിശാച് പറഞ്ഞതനുസരിച്ചുമാണ് എന്ത് ചെയ്യുന്നത്, ഈ സാഹിറുമാര് അത് ചെയ്യുന്നത്. അപ്പോൾ ചില സിഹറിലൊക്കെ പിശാചിനുള്ള ഇബാദത്ത് പോലും, പിശാചിനെ ആരാധിക്കൽ പോലും ഉണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് പിശാചിനെ അനുസരിക്കൽ ഏറ്റവും ചുരുങ്ങിയത് സിഹറിൽ ഉണ്ടാകും. പല സിഹറിലും പിശാചിനുള്ള ആരാധനയും ഉണ്ടാകും. സിഹർ എന്നുള്ളത് വൻ പാപമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന
തിന്മയാണ്. പിന്നെ പിശാചുക്കൾ എങ്ങനെ അതിൽ ഇടപെടുന്നു എന്നുള്ളത് വല്ലാഹു അലം, അത് നമുക്കറിയില്ല. ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. പിശാചുക്കളെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്നത് എന്താണ് മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ അഹ്ലുസുന്നകൾക്കിടയിൽ തർക്കമില്ലാതെ അംഗീകരിക്കപ്പെട്ടു പോകുന്ന വസ്തുതയാണ്. പിന്നെ മോഡേണിസം കയറിയവരും അഖ്ലാനിയത്ത് കയറിയവരും മാത്രമാണ് പിൽക്കാലഘട്ടത്തിൽ അതിനെ നിഷേധിച്ചത്. മുൻകാലഘട്ടങ്ങളിൽ ഇസ്ലാമിക ലോകത്ത് ആർക്കും ആ വിഷയത്തിൽ ഒരു തർക്കവും ഇല്ലായിരുന്നു. പിശാച് വന്നിട്ടാകാം, പിശാചിന്റെ കരങ്ങളിലൂടെയാണ് നടക്കുന്നത്. അല്ലാഹു അലം. പലതും പിശാച് തോന്നിപ്പിക്കലാകാം, മിക്കവാറും പിശാചിന്റെ തോന്നിപ്പിക്കലാണ്. എന്നാൽ അതല്ലാതെ ശാരീരികമായ ഉപദ്രവങ്ങളും മറ്റതും മറിച്ചതും ഇല്ല നമുക്ക് പറയാൻ പറ്റൂല. രോഗങ്ങൾ പിടിപെടും. എത്രത്തോളം എന്ന് വെച്ചാൽ അസൂയ കൊണ്ട് പോലും റസൂലുള്ളാഹിന്റെ ഹദീസ് കാണാൻ സാധിക്കും. അസൂയ കൊണ്ട് പോലും ജനങ്ങൾ മരണപ്പെടും. അസൂയ കൊണ്ട് ജനങ്ങൾ മരണപ്പെടും. പിന്നെന്താ പിശാച്? മനസ്സിലായില്ലേ? അപ്പോ അസൂയ അത്രയും മാരകമായ സംഗതിയാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സൂറത്ത് അവതരിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചുകളിൽ നിന്നുള്ള രക്ഷ തേടലാണ് സൂറത്തുൻ നാസ് അവതരിച്ചതിന്റെ ലക്ഷ്യം. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. പിശാചിന്റെ ഷർറ് എത്രത്തോളം വലുതാണ്. 114 സൂറത്തുകളിൽ ഒരു സൂറത്ത് അല്ലാഹു അവതരിപ്പിച്ചത് എന്തിനാ? പിശാചിൽ നിന്ന് രക്ഷ തേടാൻ പഠിപ്പിക്കാൻ. ഒരു സൂറത്ത് അവതരിച്ചതിന്റെ ലക്ഷ്യം എന്താ? പിശാചിൽ നിന്ന് രക്ഷ തേടാൻ പഠിപ്പിക്കാൻ. അപ്പൊ എത്രത്തോളം വലിയ ഷർറാണ് പിശാചിന്റെ ഷർറ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സൂറത്തുൽ ഫലഖ് നിങ്ങൾ എടുത്തു നോക്കി, ലോകത്തുള്ള എല്ലാ ഷർറിൽ നിന്നും രക്ഷ തേടാൻ പഠിപ്പിച്ചാണ് സൂറത്തുൽ ഫലഖ്. ഒരു സൂറത്ത് പഠിപ്പിച്ചത് ലോകത്തുള്ള എല്ലാ ഷർറിൽ നിന്നും രക്ഷ തേടാൻ പഠിപ്പിക്കാൻ. അത് നമുക്ക് രക്ഷ തേടുക, ഇസ്തിആദത്ത് എന്ന ഇബാദത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവും. കാരണം ഒരു 2 സൂറത്തുള്ള അവതരിപ്പിച്ച എന്തിനാ? രക്ഷ തേടാൻ പഠിപ്പിക്കാനാണ്. അത് ഒരു സൂറത്ത് ലോകത്തുള്ള മുഴുവൻ ഷർറിൽ നിന്ന് രക്ഷ തേടാനാണെങ്കിൽ അടുത്ത സൂറത്ത് ശൈത്താന്റെ ഷർറിൽ നിന്നും രക്ഷ തേടാനാണ്. അതുകൊണ്ട് തന്നെ ഷൈത്താൻ, അഭൗതിക ലോകത്ത് ഷൈത്താൻ എന്നൊരു ജിന്നുകളിൽപ്പെട്ട പിശാച് എന്ന് പറഞ്ഞ സൃഷ്ടി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷൈത്താൻ ഏറ്റവും നല്ല കിട്ടലാണ്. കാരണം അങ്ങനെ ഒരു ഷൈത്താൻ ഇല്ലാന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന എല്ലാ തോന്നലും എന്താ? നല്ല തോന്നലാണ്. പിശാച് തോന്നിപ്പിക്കണല്ല. അവന് തോന്നുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഉമർ മൗലവി റഹിമഹുല്ല CNN ഓർമ്മയുടെ തീരത്തിൽ കാണാൻ സാധിക്കും. CNN ഈ അദ്ദേഹത്തിന് ഒരുപാട് CNN അഹമ്മദ് മൗലവി എന്ന് പറഞ്ഞ മനുഷ്യൻ മുൻകാലത്ത് ജീവിച്ചു പോയിരുന്നു കേരളത്തിൽ. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ഇൻഹിറാഫാത്തുകൾ, ഒരുപാട് വ്യതിയാനങ്ങൾ കടന്നു വരാൻ കാരണമായി അദ്ദേഹം അവസാനം പറഞ്ഞ കാരണം അഭൗതിക ലോകത്ത് പിശാച് എന്നൊരു സൃഷ്ടി ഇല്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു CNN. അങ്ങനെ സൃഷ്ടി ഇല്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഭയപ്പിക്കാൻ ആരും ഇല്ലല്ലോ, പിന്നെ തോന്നുന്നതൊക്കെ നല്ലതാണെന്നേ തോന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇത്രയധികം വ്യതിയാനങ്ങൾ അദ്ദേഹം അകപ്പെട്ടു പോയത് എന്ന് ഉമർ മൗലവി റഹിമഹുല്ല പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അഖ്ലാനികൾ ഏറ്റവും കൂടുതൽ നിഷേധിക്കുന്ന സാധനം എന്താ? ഷെയ്ത്താനെയാണ്, പിശാചിനെയാണ്, ജിന്നുകളെയാണ്. അപ്പൊ അത് പിശാചിന് വലിയ കിട്ടലാണ്, ആ ഷെയ്ത്താനെ നിഷേധിക്കുന്ന പ്രവണത. അപ്പൊ ഇതൊക്കെ ഈ സൂറത്തിന്റെ പേരുകൾ പറഞ്ഞു, പ്രത്യേകതകൾ പറഞ്ഞു, മക്കിയാണോ മദനിയാണോ എന്നുള്ള ഖിലാഫ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സൂറത്തിന്റെ ലക്ഷ്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ പാരായണം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ആദ്യം ഞാനൊന്ന് ഓതാം. അപ്പൊ എന്ത് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി തരി. എന്നിട്ട് പിന്നെ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാ, ഞാൻ എനിക്കെന്റെ തജ്വീദൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഓതാം. ആദ്യം നിങ്ങൾ കേട്ടാൽ മതി, തെറ്റുണ്ടോ നോക്കട്ടോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞോളി. ഒന്നാമത്തെ ആയത്തിൽ എടുക്കുക. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇതിലെന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള എന്തെങ്കിലും നിയമങ്ങളുണ്ടോ? അതെ
ഏതൊക്കെയാന്നുള്ളത് നോക്കണം. 100 ആയത്ത് വരാത്ത സൂറത്തുകൾ. 100 ആയത്ത് വരുന്നത് ഏതാണ്? മിഈനാണ്. ആദ്യത്തെ 7 തിവാലാണ്. ഖാഫിന്റെ താഴേക്കുള്ളത് മുഫസ്സലാണ്. അപ്പൊ ഇതിൽ 4ലും പെടാത്തത് ബാക്കിയുള്ളത് 60 വരെ. ഖാഫ് അല്ലെങ്കിൽ ഹുജറാത്ത് ഖിലാഫ് ഉണ്ട്. നാസ് വരെ. അത് തന്നെ നമ്മൾ പറഞ്ഞല്ലോ 3 ഇതുണ്ട്. തിവാലുണ്ട്, വിസാത്തുണ്ട്, ഖിസാറുണ്ട്. സബൂറിന് പകരം നമ്മൾ ഏതാ പറഞ്ഞതിന്? മിഈനോ? സബൂറിന് പകരം മിഈന്. തൗറാത്തിന് പകരം അസ്സബഉ തിവാൽ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് പിന്നെ അപ്പൊ ഈ ആയത്തില് ഇതിലെന്താ ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ബിന്നാസില് പാരായണം ചെയ്യുമ്പോൾ നോക്കാൻ ശ്രദ്ധിക്കാൻ എന്താ ഉള്ളത്? എന്തെങ്കിലും പ്രത്യേക നിയമങ്ങൾ? നൂന് മണിക്കണം അല്ലെ? അന്നാസിലെ നൂന് മണിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ഞാൻ അടുത്തത് വേറെ അതിലൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഏത്? അതെ, ഖാഫ് ഇസ്തിഅലാന്റെ അക്ഷരാണ്. ബാക്കിയെല്ലാം പിന്നെ ഇസ്തിഅലാന്റെ അക്ഷരാണ്. ഇത് രണ്ടും ഇസ്തിഅലാന്റെ അക്ഷരങ്ങളാണ്. ഖുൽ റബ്ബി എന്ന് പറയണം. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. ബാക്കിയൊക്കെ ഇസ്തിഫാന്റെ അക്ഷരങ്ങളാണ്. പിന്നെ മലിക്കിന്നാസിലോ പ്രത്യേകിച്ചൊന്നുമില്ല, നൂന് മണിക്കണം അല്ലേ? പിന്നെ ഇലാഹിന്നാസിലോ നൂന് മണിക്കണം. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസിലോ മിൻ സുക്കൂനുള്ള നൂനാണ് അല്ലെ? സുക്കൂനുള്ള നൂന് വന്നാ പിന്നെ അപ്പൊ നമ്മൾ എന്ത് നോക്കണം? അടുത്ത അക്ഷരം എന്താ നോക്കണം? സുക്കൂനുള്ള നൂനോ തെൻവീനോ വന്നാൽ പിന്നെ നമ്മൾ എന്ത് നോക്കണം? തൊട്ടടുത്ത അക്ഷരം ഏതാ നോക്കണം. അപ്പൊ അടുത്ത അക്ഷരം ഏതാ? ഷീനാണ്. ഷീൻ എന്തിൽ പെട്ടതാ? ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഷീന് വരുമ്പോ ഈ നൂനിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യാ. അഖ്ഫാ യുഖ്ഫി പറഞ്ഞ അവ്യക്തമാക്കാനാണ്. അവ്യക്തമാക്കുക, വ്യക്തമാക്കരുത്. മിൻ എന്ന് പറയരുത്. മിൻ എന്ന് പറഞ്ഞ വ്യക്തായി. മിൻ എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കണം. എങ്ങനെ അവ്യക്തമാക്കുക? മിൻ എന്ന് പറയ്. മിൻ മിൻ. അപ്പൊ നൂന് പറയുമ്പോ നാവ് തട്ടുണ്ടോ? എവിടെ തട്ടണ? മേലത്തെ പല്ലിന്റെ മോളില് മോണമ്മ തട്ടുണ്ടാവും അല്ലെ? മോണമ്മ തട്ടുണ്ട്. അവ്യക്തമാക്കുമ്പോ നാവ് മേലത്തെ മോണമ്മ തട്ടരുത്. തട്ടാതെ നൂനുച്ചരിക്ക്. തട്ടാൻ അയക്കരുത്. അപ്പൊ എന്തായി? അവ്യക്തമായി, വ്യക്തമല്ല. എന്നിട്ട് മണിക്കണം. അവ്യക്തമാക്കിയിട്ട് എന്ത് ചെയ്യണം? മണിക്കണം. അപ്പൊ എങ്ങനെ ഓതുക? മിൻ ശർരി അല്ല, ഒതികാണി എന്നാണ് പാരായണം ചെയ്യേണ്ടത്. അവ്യക്തമാക്കി മണിക്കാം. പിന്നെന്താ ഇതിലുള്ള ശ്രദ്ധിക്കാനുള്ള? ഇസ്തിഅലാന്റെ അക്ഷരാണ് അല്ലെ? എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഖ അല്ല, എന്ന് പറയണം. പിന്നെ നൂന് മണിക്കണം അല്ലെ? ഖന്നാസ്. അപ്പൊ നൂനെ എന്താ പറയാ? കനപ്പിക്കാൻ പറ്റുമോ? ഖന്നാസ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. നൂനെ കനപ്പിക്കരുത്. ഖന്നാസ്. നൂനിനെ എന്ത് ചെയ്യണം? നേർപ്പിക്കണം. ഖായിനെ മാത്രമേ കനപ്പിക്കാവൂ. അതുപോലെ ശ്രദ്ധിക്കണം. ഖുൽ എന്ന് പറഞ്ഞ ഖാഫിനെ കനപ്പിക്കുമ്പോ ഖുൽ എന്ന് പറയരുത്. ലാമിനെ എന്ത് ചെയ്യരുത്? കനപ്പിക്കരുത്. ഖാഫ് മാത്രം കനപ്പിക്കുക, ലാമിനെ നേർപ്പിക്കുക. അതുപോലെ റബ്ബി പറയുമ്പോഴും റബ്ബി അല്ല, റബ്ബി. ബായിനെ എന്ത് ചെയ്യരുത്? കനപ്പിക്കരുത്. ബിറബ്ബി എന്നാണ് പാരായണം ചെയ്യേണ്ടത്. പിന്നെന്താ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. സുദൂർ സാദ് കനപ്പിക്കണം അല്ലേ? അത് ഇസ്തിഅലാ മാത്രമല്ല, ഇത്ബാഖിന്റെ കൂടി അക്ഷരാണ്. സുദൂരി. ഭയങ്കരമായി കനമുണ്ടാകും, ശബ്ദഗാംഭീര്യം ഉണ്ടാവും. നാവിന്റെ പിൻഭാഗവും മധ്യഭാഗവും മേലോട്ട് ഉയരും. സുദൂരിന്നാസ്. നൂനിനെ എന്ത് ചെയ്യണം? മണിക്കണം. പിന്നെ മിനൽ ജിന്നത്തി വന്നാസ്. അവിടെ ജിന്നത്തി എവിടെ എന്ത് ചെയ്യണം? മണിക്കണം. വന്നാസ് ഇവിടെയും മണിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ എങ്ങനെയാണോ നീട്ടിയത് അതേമാതിരി തന്നെ ഇവിടെയും
ഇവിടെയൊക്കെ നീട്ടാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ് അത്ര നീട്ടിയാൽ പിന്നെ എല്ലാ ആയത്തും അവസാനം അത്ര നമ്മൾ നീട്ടാൻ പാടുള്ളൂ. നമ്മൾ മുമ്പ് മധ്യ ആരെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഓതാണ്. ഞാൻ ഓതാ, ഓരോ ആയത്ത് ഓതുമ്പോ എന്ത് ചെയ്യാ, അതിന് ശേഷം ഓതിയാൽ മതി. أعوذ بالله من الشيطان الرجيم. റോ എന്ന് പറയരുത്. റോ ചുണ്ട് കൂർപ്പിക്കരുത്. റാ ഉച്ചരിക്കുമ്പോൾ റജീം റജീം എന്നാണ് ഓതേണ്ടത്. റാ റാ റോ അല്ല റാ. أعوذ بالله من الشيطان الرجيم. റജീം ചിലർ ഇങ്ങനെ പറയുന്നുണ്ട് റജീം. നമ്മള് ഫാത്തിഹ എടുത്തപ്പോ പറഞ്ഞിരുന്നു ഹറക്കത്തുകൾ എന്ത് ചെയ്യണം, പൂർണ്ണമാക്കി ഉച്ചരിക്കണം അല്ലെ. റജീം ഈ ശരിക്ക് കേൾക്കണം, ആ ശരിക്ക് കേൾക്കണം, ഊ ശരിക്ക് കേൾക്കണം. ഓ ആകരുത്. ഒരിക്കലും എന്താകരുത്, ഓ എന്നാകരുത്. ഈ അങ്ങനെ ആകരുത്. ഈ എന്നാകണം, ആ എന്നാകണം. ആ എന്നും ആകരുത്, എന്നും ആകരുത്. മനസ്സിലായോ? 3 ഹറക്കത്തും അതുപോലെ തന്നെ കേൾക്കണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس. എങ്ങനെ ഉച്ചരിക്കല്? അല്ലേ? നമ്മള് ഔദു പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അത് എന്ന് പറയരുത്. ഔദു അല്ല, മേലെ പല്ലിന്റെ താഴ്ഭാഗത്ത് അങ്ങനെയാണ് ഉച്ചരിക്കുക. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് ഇലാഹിൻ നാസ് من شر الوسواس الخناس. من شر الوسواس الخناس. ഒരു കാര്യം പറയാൻ മറന്നുകണ, വാവ് ഉച്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞു ഹറക്കത്തുകളിൽ നിന്ന് ഒറ്റ ഹറക്കത്ത് ഉച്ചരിക്കുമ്പോൾ എന്തേ ഉള്ളൂ, ചുണ്ട് കൂർക്കുള്ളൂ, ദമ്മ് മാത്രം. അക്ഷരങ്ങളിൽ നിന്ന് ഒരു അക്ഷരത്തിന് മാത്രമേ ചുണ്ട് കൂർക്കുള്ളൂ. ഏതാണ്? വാവാണ്. വസ്വാസി വസ്വാസി വ ചുണ്ട് കൂർക്കണില്ലേ? അങ്ങനെ കൂർക്കണം. വസ്വാസി അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പ്രയാസമാണ്. പഠിച്ചാ പിന്നെ മറ്റത് പറയുന്ന പ്രയാസമാണ്. ചില ആളുകളും മിക്ക ആളുകളും ഓതുമ്പോ അങ്ങനെ പറയാൻ തന്നെ കഴിയണില്ല. ഉസ്വസി എന്നാ പറയാം. ചുണ്ട് കൂർക്കൂല. ചുണ്ട് കൂർക്കാഞ്ഞാൽ വാവിന്റെ ഉച്ചാരണം ശരിയാവൂല. മനസ്സിലായില്ലേ? വസ്വാസി വസ്വാസി വ വ ഔ ഔ അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. الذي يوسوس في صدور الناس.
സീന് പോലല്ല സാദ് ഉച്ചരിക്കേണ്ടത്. യുവസ്വിസു ഫീ സു സു സു. നാവിന്റെ മധ്യഭാഗം പിൻഭാഗം എന്ത് ചെയ്യണം? ഉയരണം. സുദൂരി സുദൂരി എന്നാണ്. സുദൂരിയല്ല, സുദൂരി എന്ന് പറയരുത്. സുദൂരിയല്ല, സുദൂരിയാണ്. സു സു സുദൂരി. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. മിനൽ ജിന്നതി വന്നാസ്. മിനൽ ജിന്നതി വന്നാസ്. ഒരു തവണ കൂടി ഫുള്ളായിട്ട് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ? എന്താ? ഖുൽ, പ്രവാചകരെ, നബിയെ പറയുക. അഊദു, ഞാൻ ശരണം തേടുന്നു, ഞാൻ രക്ഷ തേടുന്നു. ബിറബ്ബി, റബ്ബിനെ കൊണ്ട്. റബ്ബ് പറഞ്ഞാൽ രക്ഷിതാവിനെ കൊണ്ട്. റബ്ബ് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ എടുത്ത സമയത്ത് എടുത്തിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എടുത്തപ്പോ ആരാ റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശദീകരിക്കാം? അൽ ഖാലിഖുർ റാസിഖുൽ മലിക്കുൽ മുദബ്ബിർ. സൃഷ്ടാവ്, ഉപജീവനം നൽകുന്നവൻ, അധികാരമുള്ളവൻ, അധികാരമുള്ളവൻ, ഉടമസ്ഥൻ, നിയന്ത്രിക്കുന്നവൻ. ഇതാണെന്ത്? റബ്ബ്. അപ്പം റബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവ്, ജനങ്ങളുടെ റബ്ബ്. ജനങ്ങളെ സൃഷ്ടിക്കുകയും അവർക്ക് ഉപജീവനം നൽകുകയും അവരെ ഉടമപ്പെടുത്തുകയും അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ. അതാണ് റബ്ബ്. പിന്നെ മലിക്കിന്നാസ്. എന്താ മലിക്ക്? രാജാവ് അല്ലെ? മലിക്ക് രാജാവ്, മാലിക്ക് ഉടമസ്ഥൻ. മാലിക്ക് ഉടമസ്ഥൻ, മലിക്ക് രാജാവ്. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ്. ഇലാഹിന്നാസ്, ഇലാഹ്. എന്താ ഇലാഹ്? ആരാധ്യൻ അല്ലെ? ഇലാഹ് ആരാധ്യൻ. ഇലാഹിന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആരാധ്യൻ. അപ്പോ ജനങ്ങളുടെ രക്ഷിതാവും ജനങ്ങളുടെ രാജാവും അല്ലെങ്കിൽ യജമാനനും ജനങ്ങളുടെ ആരാധ്യനുമായവനോട് എന്ത് ചെയ്യുന്നു? അവൻ അങ്ങനെയുള്ള റബ്ബിനെ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു, ഞാൻ രക്ഷ തേടുന്നു അല്ലെങ്കിൽ ശരണം തേടുന്നു. എന്തിൽ നിന്നാ ശരണം തേടുന്നത്? എന്ത് ഷർറുന്ന? മിൻ ശർരി, ഒരു ഷർറിൽ നിന്ന്, ഒരു ഉപദ്രവത്തിൽ നിന്ന്, ഒരു കുഴപ്പത്തിൽ നിന്ന്. എന്തിന്റെ? അൽ വസ്വാസ്. എന്താണ് അൽ വസ്വാസ്? വസ്വാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനം. വസ്വാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനം. ഇവിടെ ഉദ്ദേശം ദുർബോധനം നടത്തുന്നവൻ എന്നുള്ള ഉദ്ദേശമാണ്. ദുർബോധനം നടത്തുന്നവന്റെ ദുർബോധനം, അതാണ് ഉദ്ദേശം. അപ്പൊ അങ്ങനെയുള്ളവൻ അൽ ഖന്നാസ്. എങ്ങനെയുള്ള ദുർബോധനം നടത്തുന്നവനാണ്? അൽ ഖന്നാസ്, പിന്മാറിക്കളയുന്ന. ഖനസ യഖ്നുസു പറഞ്ഞ പിന്മാറിക്കളയ. എന്താണ്? പിന്മാറിക്കളയ, ഒളിഞ്ഞു മാറുക, പിന്മാറുക എന്നൊക്കെയാണ് ഖനസ എന്ന വാക്കിന്റെ അർത്ഥം. ഖന്നാസ് എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ പിന്മാറിക്കളയുന്നവൻ എന്താ പറയാ? ഖാനിസ് എന്നാ പറയാ. ഇപ്പൊ കതബ, എഴുതി, എഴുതുന്നവൻ എന്താ പറയാ?
കാത്തിബ് അല്ലെ, കെ മൗലവിക്ക് കാത്തിബ് എന്ന് പേര് വരാൻ കാരണം എന്താ? ചായലകത്തിന്റെ എഴുത്തുകാരനായിരുന്നു. അപ്പൊ കാത്തിബ് എന്ന് പറഞ്ഞാൽ എഴുതുന്നവൻ. അതുപോലെ അപ്പൊ പിന്നെ ഹനസിന്ന് എന്താ വരേണ്ടത്? ഖാനിസ്, അല്ലെങ്കിൽ ചിലപ്പോ ഖനീസ് എന്നും വരും, അങ്ങനെ വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താ? ഖന്നാസ് ആണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? മുബാലഗന്റെ സീഗ എന്നാ പറയാം. മുബാലഗ എന്ന് പറഞ്ഞാൽ വളരെയധികം എന്നുള്ള അർത്ഥം. അതുപോലെ ഖന്നാസ് എന്ന് പറഞ്ഞാൽ വളരെയധികം പിന്മാറിക്കളയുന്നവൻ, ദുർബോധനം നടത്തി വളരെ കൂടുതലായി പിന്മാറി കളയുന്നവൻ എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? പിന്നെയോ ഇനി അവന്റെ പ്രത്യേകത എന്താ? അല്ലദീ, എങ്ങനെയുള്ള യുവസ്വിസു. എന്താ യുവസ്വിസു? ദുർബോധനം നടത്തുന്നു. വസ്വാസ് അല്ലെ, ദുർബോധനം നടത്തുന്നു. എവിടെ? ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ മനസ്സുകളിൽ. മിനൽ ജിന്നതി, ജിന്നുകളിൽ പെട്ടവരുണ്ട്. വന്നാസി, മനുഷ്യരിൽ പെട്ടവരുമുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് വിഭാഗക്കാരായ എന്തുണ്ട്? പിശാചുക്കൾ, വസ്വാസ് നടത്തുന്നവർ ഉണ്ട്. അപ്പൊ അതാണ് ആ സൂറത്തിന്റെ അർത്ഥം. അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയണമായിരിക്കും, അർത്ഥം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഇതിന്റെ തഫ്സീറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണെന്ത്? നമ്മൾ ശരണം തേടുക എന്ന് പറഞ്ഞല്ലോ. അതായത് ശരണം തേടുക എന്താ? അഭയം തേടലാണ് അല്ലെ. അഭയം തേടുകയാണ് എന്ത് പറയാ? ശരണം തേടുക എന്ന് പറയാം. അപ്പൊ ജനങ്ങളുടെ റബ്ബായ, അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, അവരുടെ അവസ്ഥകൾ പരിപാലിക്കുന്ന, അത് നന്നാക്കുന്ന അല്ലാഹു, മുഴുവൻ ജനങ്ങളുടെയും ഉടമസ്ഥനായ, അധികാരിയായ, അവന്റെ അധികാരത്തിലും അവന്റെ നിയന്ത്രണത്തിലും അവന്റെ കഴിവിലും ശക്തിയിലും ആണ് ജനങ്ങൾ ഉള്ളത്. അതിനാണ് എന്ത് പറയാ? മലിക് എന്ന് പറയുന്നത്. അവരുടെ അള്ളാഹുവിന്റെ കൽപ്പനയും അവന്റെ വിധിയുമാണ് ജനങ്ങളിൽ നടപ്പിലാകുന്നത്. വേറെ ആരുടെയും വിധി ജനങ്ങളിൽ നടപ്പിലാകുന്നില്ല. അതാണ് മലിക്കിന്നാസ് എന്ന് പറഞ്ഞാൽ. ഇലാഹിന്നാസ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ജനങ്ങൾക്ക് അള്ളാഹു അല്ലാതെ വേറെ കുറെ ആരാധ്യന്മാരില്ലേ? ഉണ്ട്. അപ്പൊ എന്താ ഇതിന്റെ ഉദ്ദേശം? ഇലാഹിന്നാസി അൽ മുസ്തഹിഖ് ലിൽ ഇബാദ, ഇബാദത്തിന് അർഹനായ ജനങ്ങളുടെ ആരാധ്യൻ. യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായ ജനങ്ങളുടെ ആരാധ്യൻ. ആരാധനക്ക് അർഹരല്ലാത്ത വേറെ കുറെ ആരാധ്യന്മാരുണ്ട് അല്ലേ? മുസ്ലിം പേരുള്ള ആളുകൾ തന്നെ ബാവമാരോടും ബീമാരോടും തങ്ങന്മാരോടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഒക്കെ, ഔലിയാക്കളോടും അമ്പിയാക്കളോടൊക്കെ, അമ്പിയാക്കളോടില്ല ഔലിയാക്കളോടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിളിച്ച് പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു. ഇനി മുസ്ലിങ്ങളല്ലാത്തവര് പിന്നെ പറയണ്ട. കല്ല് കരട് കാഞ്ഞിരി കുറ്റി മുതൽ മുള്ളുപുരട് മൂർക്കം പാമ്പ് വരെ എല്ലാറ്റിനും ലോകത്തുള്ള മനുഷ്യന്മാര് ആരാധിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ഇലാഹിന്നാസിന്റെ ഉദ്ദേശം എന്താ? യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ എന്നാണ് ഉദ്ദേശം. പിന്നെ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് 3 വിശേഷണങ്ങൾ പറഞ്ഞു അല്ലെ? എന്തൊക്കെ? റബ്ബുന്നാസ് ആണ്, മലിക്കിന്നാസ് ആണ്, ഇലാഹിന്നാസ് ആണ്. ഈ 3 വിശേഷണങ്ങൾ ഒരുമിച്ച് വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് 3 വന്നുകള്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ എന്തൊക്കെ വന്നു? ലില്ലാഹി എന്തിൽ നിന്ന് വന്നതാ? ഇലാഹ് എന്ന് വന്നതാണ് അല്ലെ? അള്ളാഹു ഇലാഹ് എന്ന് വന്നതാണ്. ഇലാഹിന്നാസായി. റബ്ബിന്നാസ്, റബ്ബിൽ ആലമീൻ, റബ്ബിന്നാസായി. മാലികി യൗമിദ്ദീൻ, റഹ്മാനി റഹീം കഴിഞ്ഞിട്ട് പിന്നെന്താ? മാലികി യൗമിദ്ദീൻ, അപ്പൊ മലിക്കിന്നാസായി. ഈ 3 ഇസ്മുകൾ വിശുദ്ധ ഖുർആൻ തുടക്കത്തിലും അള്ളാഹു ഒരുമിച്ച് പറഞ്ഞു, വിശുദ്ധ ഖുർആന്റെ അവസാനത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം അങ്ങനെയുള്ള അള്ളാഹു. എന്നിട്ട് ആരിൽ നിന്നാണ് ഷർറ് തേടുന്നത്? ആരിന്റെ ഷർറിൽ നിന്നാണ്? പിന്നെ എന്ന് വെച്ചാൽ ഈ 3 ഇസ്മിന്റെ പ്രത്യേകത എന്താ അറിയോ? റബ്ബ് എന്ന് പറഞ്ഞ ഇസ്മ്, റബ്ബ് എന്ന് പറഞ്ഞ ഇസ്മ്, അതുപോലെ മലിക് എന്ന ഇസ്മ്, ഇലാഹ് എന്ന് പറഞ്ഞ ഇസ്മ. ഇത് റബ്ബ് അതുപോലെ മലിക്, ഈ 2 ഇസ്മുകളും 2-3 അർത്ഥങ്ങളെ ദ്യോതിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ജനങ്ങളുടെ റബ്ബാണ്, അവരെ പരിപാലിക്കുന്നവനാണ്, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നവനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഇഹ്സാനാണ് അവിടെ പ്രകടമാകുന്നത്. അള്ളാഹു നമ്മോട് നന്മ ചെയ്യുന്നവനാണ് എന്നുള്ളതാണ് അവിടെ പ്രകടമാകുന്നത്. എന്നാൽ ഒരു പക്ഷേ ലോകത്തിന്റെ മുഴുവൻ റബ്ബാണ്, അധികാരിയാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു അസമത്താണ്, അള്ളാഹുവിന്റെ മഹത്വമാണ് അവിടെ
പ്രകടമാകുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഇഹ്സാൻ, അള്ളാഹു നമ്മോട് ചെയ്യുന്ന നന്മ, അള്ളാഹുവിന്റെ അസമത്ത്, അള്ളാഹുവിന്റെ മഹത്വം, വലിപ്പം, അതുപോലെ അള്ളാഹുവിന്റെ അധികാരത്തിലാണ് എല്ലാം ഉള്ളത്. മലിക് എന്ന് പറഞ്ഞാൽ എന്താ? അധികാരമുള്ളവനാണ്. അപ്പൊ അധികാരം, അതുപോലെ തന്നെ ഇലാഹ് എന്ന് പറയുമ്പോൾ അവനോടാണ് നമ്മൾ കീഴൊതുങ്ങേണ്ടത്, അവന്റെ മുമ്പിലാണ് വിനയാനിതരാകേണ്ടത്, അവനോടാണ് നമ്മളുടെ കീഴ്വണക്കം നമ്മൾ അർപ്പിക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കീഴൊതുങ്ങേണ്ടവരാണ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ അർത്ഥം അള്ളാഹുവിന്റെ വലുപ്പവും മഹത്വവും അവൻ നമ്മോട് ചെയ്യുന്ന കാരുണ്യവും നന്മയും നമ്മൾ അവന്റെ അടിമകളുമാണ് എന്നുള്ള എല്ലാ അർത്ഥവും നമ്മളും നമ്മുടെ റബ്ബും തമ്മിലുള്ള എല്ലാ ബന്ധവും എന്ത് ചെയ്യാണ്? ഈ 3 ഇസ്മുകളിലൂടെ പ്രകടമാകുകയാണ്. എന്തൊക്കെ പ്രകടമായി? അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന നന്മകളൊക്കെ ഇതിലൂടെ വന്നു. അള്ളാഹു നമ്മുടെ മേൽ അധികാരമുള്ളവരാണ്, ഏറെ മഹാനാണെന്നുള്ള അതും ആ അർത്ഥവും അവിടെ വന്നു. എന്ന് മാത്രമല്ല, അവൻ നമ്മുടെ ഇലാഹാണ്, നമ്മൾ അവന്റെ മുമ്പിലാണ് വിനയപ്പെടേണ്ടത് എന്നുള്ള ആശയവും അവിടെ വന്നു. പക്ഷെ അള്ളാഹുവിന് നമ്മുടെ മേലുള്ള അധികാരവും നമ്മോട് അള്ളാഹു ചെയ്യുന്ന നന്മയും നമ്മൾ അവനോട് കടമപ്പെട്ടവരാണെന്നുള്ള ചിന്തയും ആ 3 ഇസ്മുകളിലൂടെ പ്രകടമായി. അപ്പൊ അത് 3ഉം പ്രകടമായി നമ്മൾ റബ്ബിനോട് പുകഴ്ത്തിയാണ്. അത് 3 ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ പടച്ചവനോട് പറയാണെന്ത്? എന്താ പറയണേ? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നസ്. ഇങ്ങനെയൊക്കെ ഉള്ളവനാണ് റബ്ബേ നീ ഞങ്ങളോട് ഒരുപാട് നന്മ ചെയ്യുന്നവനാണ്, നീ ഞങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ്, നീ എത്രയോ ഉന്നതനാണ്, മഹാനാണ്. ഞങ്ങൾ നിന്റെ മുമ്പിലാണ് വിനയപ്പെട്ട് കീഴൊതുങ്ങി നിനക്ക് ആരാധനകളുമായാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം റബ്ബേ? ഈ ഖന്നാസായ വസ്വാസ് ഉണ്ടാക്കി ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന ഈ വഞ്ചകനായ ശൈത്താനിൽ നിന്ന് പടച്ചോനെ ഞങ്ങൾക്ക് നീ രക്ഷ തരണേ. അപ്പൊ ആ ചോദ്യത്തിന്റെ എത്രത്തോളം വിനയപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. എന്ന ആ നാമം, ആ ഇസ്മുകൾ എന്തിനെ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചിന്തയെ ഇട്ടു തരുന്നതിനനുസരിച്ചാണ് ആ വിനയം പ്രകടമാവുക. നമ്മൾ വെറുതെ ഖുലാഉദു റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് ഓതി പോയാൽ എന്തുകൊണ്ട് ആ നാമങ്ങൾ അവിടെ വന്നു, ആ നാമങ്ങൾ എന്തിന് റബ്ബ് പറഞ്ഞു എന്നുള്ളത് നമുക്ക് അതിന്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാവില്ല, അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലേക്ക് കടന്നു വരില്ല. എന്നാൽ ഓരോ നാമങ്ങളും നമ്മുടെ മനസ്സിൽ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിച്ചാലോ ആ ചോദ്യത്തിന് വളരെ വലിയ പ്രസക്തിയും അർത്ഥവും ഉണ്ട്, നമുക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിനയപ്പെട്ടുകൊണ്ട് റബ്ബിനോട് പറയുകയാണെന്ത്? ഖന്നാസായ ഷെറുകൾ, തിന്മകൾ, ദുർബോധനം നടത്തി ദുശ്ചിന്തയുണ്ടാക്കി അടിമകളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന, ഒളിഞ്ഞു മാറി പോകുന്ന പിന്നെ പിശാചിൽ നിന്ന് എന്ത് ചെയ്യണേ? അള്ളാഹുവെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അപ്പൊ ഇവിടെ ഖന്നാസ് പറഞ്ഞപ്പോ വെറും പിന്മാറിക്കളയലല്ല, ധാരാളമായി പിന്മാറിക്കളയുന്നവനാണ്. അപ്പൊ വസ്വാസ് ഉണ്ടാക്കി എപ്പോഴും ശൈത്താൻ എന്ത് ചെയ്യും? പിന്മാറിക്കളയും. എപ്പോഴാ പിശാചി പിന്മാറിക്കളയാം? അള്ളാഹുവിനെ ഓർത്താൽ, അള്ളാഹുവിനെ സ്മരിച്ചാൽ പിശാച്ച്, അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വന്നാൽ പിന്നെ പിശാച്ച് സ്ഥലം വിടും. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വന്നില്ലെങ്കിലോ പിശാച്ച് അവിടെ തുടരും. അപ്പൊ അതാണ് പിശാച്ചിന്റെ പ്രത്യേകത. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിരവധി ആയത്തുകളിലൂടെ പിശാച്ചിന്റെ ഈ സ്വഭാവം, പിശാച്ച് മനുഷ്യരെ വഴിപിഴപ്പിക്കുവാൻ വരുന്നതിനെ കുറിച്ച് നമ്മോട് താക്കീത് ചെയ്യുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ അറാഫിന്റെ 16-17 ആയത്തിൽ അള്ളാഹു പറയാണ്, പിശാച്ച് റബ്ബിനോട് എടുത്ത പ്രതിജ്ഞയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല ഫബിമാ അഗ്വൈതനി. പിശാച്ച് പറയാണ്, ഫബിമാ അഗ്വൈതനി, പടച്ച റബ്ബേ നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ അവർക്ക് വേണ്ടി ഞാൻ കുത്തിയിരിക്കും. അല്ലാഹുവിലേക്ക് പോകേണ്ട സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ അവർക്ക് വേണ്ടി, അവരെ പിഴപ്പിക്കാൻ വേണ്ടി കുത്തിയിരിക്കും. അഖഉദന്ന, ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും, അവരെ പിഴപ്പിക്കാൻ ഞാൻ നോക്കുക തന്നെ ചെയ്യും. എന്നിട്ടോ കഴിഞ്ഞിട്ടില്ല. ثم لآتينهم من بين أيديهم, എന്നിട്ട് ഞാൻ അവരുടെ മുൻപിലൂടെ പോകും അവരെ വഴിപിഴപ്പിക്കാൻ. പിന്നെയോ വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെയും ഞാൻ പോകും. വഅൻ അയ്മാനിഹിം, അവരുടെ വലതുഭാഗത്തുകൂടെയും ഞാൻ ചെല്ലും. വഅൻ ശമാഇലിഹിം, അവരുടെ ഇടതുഭാഗത്തു കൂടെയും ഞാൻ പോകും. വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിൽ അധികം ആളുകളെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണുവാൻ സാധ്യമല്ല എന്ന് പിശാച് റബ്ബിനോട് എന്ത് ചെയ്യാണ്? പ്രതിജ്ഞ എടുക്കാൻ.
പിശാച്ച് പണിപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലെ, പിശാച്ച് നമ്മളെ നന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, തിന്മകളിൽ അകപ്പെടുത്താൻ ആദ്യത്തെ ഒരു വസ്വാസമായിട്ട് വരും. അത് നടക്കണില്ല കണ്ടാൽ പിന്നെ അടുത്ത വസ്വാസമായിട്ട് വരും. അത് നടക്കണില്ല കണ്ടാൽ പിന്നെ അടുത്ത വസ്വാസമായിട്ട് വരും. അപ്പൊ ഒരു വിഷയത്തിൽ പിശാച്ച് ഇങ്ങനെയൊക്കെ ചെയ്യും. ഇനി പിശാച്ച് നമ്മൾ ഇപ്പൊ ശിർക്ക് നിറ വിഷയത്തിൽ ഈ പണിയൊക്കെ പിശാച്ച് എടുക്കും. മനസ്സിലായോ? ഇനി ശിർക്ക് കൊണ്ടുപോകാനേ പറ്റുന്നില്ല. പിന്നെ പിശാച്ച് എന്തിനാ നോക്കുക? ബിദഅത്ത് കൊണ്ടുപോകാൻ നോക്കുക. ബിദഅത്തിന് ഇതേമാതിരി എല്ലാ ഭാഗത്തുനിന്നും എല്ലാ വൈക്കും പിശാച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ശിർക്കിന്ന് രക്ഷപ്പെട്ട മിക്ക ആളുകളും എന്തിലകപ്പെട്ടിട്ടുണ്ടാവും? മുസ്ലിം ഉമ്മത്തില് വ്യതിയാനങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. ശിർക്ക് ഉണ്ടാവില്ല, പക്ഷെ ആശയ വ്യതിയാനങ്ങൾ ഉണ്ടാകും, ആരാധനകളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും, അനുഷ്ഠാനങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും, ബിദഅത്തുകൾ ഉണ്ടാകും, വിശ്വാസങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും. ആദ്യം വിശ്വാസ വ്യതിയാനത്തിൽ അകപ്പെടുത്താനാണ് നോക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാധനാകർമ്മങ്ങളിലുള്ള വ്യതിയാനങ്ങൾ അകപ്പെടുത്താൻ നോക്കും. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വൻപാപങ്ങൾ ചെയ്യിക്കാൻ നോക്കും. അതുകൊണ്ടാണ് അഹ്ലുസുന്നയിൽപ്പെട്ട അഖീദ ശരിയാണ്, വ്യതിയാനങ്ങളില്ല, അങ്ങനെയുള്ള ആളുകളെ, നന്മയിൽ സജീവമായി ഇടപെടാൻ ശ്രമിക്കുന്ന ആളുകളെ പിശാച്ച് പിന്നെ നോക്കലെന്തിനാ? മനുഷ്യരുടെ മനസ്സിന്റെ ദുർബലതയായ ഷഹവാനിയായ തിന്മകൾ, വ്യഭിചാരം, സമ്പത്തിനോടുള്ള ആസക്തി, സ്ത്രീകളോടുള്ള ആസക്തി, അങ്ങനത്തെ കാര്യങ്ങൾ അകപ്പെടുത്താനാണ് പിന്നെ പിശാച്ച് ശ്രമിക്കാം. അതുകൊണ്ടാണ് ഓ വലിയ മുജാഹിദാണല്ലോ, എന്താ പോന്റെ കഥ കണ്ടില്ലേ, ഒരു ഹക്കും ബാത്തിലും ഒരു ഹലാലും ഹറാമും ഇല്ല അവനക്ക്. സാമ്പത്തിക വിഷയത്തിൽ പലരും കുറിച്ച് കേൾക്കലുണ്ട്. അതെന്താ? ഇതിന്റെ കാരണം എന്താ? നേരത്തെ നോക്കിയ രണ്ടും പിശാചിന് കിട്ടാതാവുമ്പോ പിന്നെ അടുത്തിൽ ചാടിക്കാൻ നോക്കും. മനസ്സിലായോ? ഇനിയോ അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ചെറിയ പാപങ്ങൾ ചെയ്യിക്കാൻ നോക്കും. ചെറിയ പാപങ്ങൾ ചെയ്യിക്കാന്ന് മാത്രമല്ല, അതിൽ ഉറപ്പിച്ചു നിർത്തും. അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ രഹസ്യമായ തിന്മകൾ, വ്യഭിചാരത്തിലേക്കുള്ള വാതിലുകൾ, വ്യഭിചാരം ചെയ്യാൻ കാരണമാകുന്ന ചെറിയ തിന്മകൾ, അങ്ങനെയുള്ള അതല്ലാത്ത ഗീബത്തുകൾ, നമീമത്തുകൾ, നാവിനെ സൂക്ഷിക്കാൻ കഴിയാതിരിക്കുക, ഇങ്ങനെയുള്ള പാപങ്ങളിലേക്ക് പിശാച് മനുഷ്യരെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഈ തിന്മകളിലേക്കുള്ള കവാടങ്ങൾ അടക്കുന്നതിന് വേണ്ടിയാണ് മക്കിയായ സൂറത്തുകൾ നിങ്ങൾ നോക്കി. മക്കിയായ സൂറത്തുകളിൽ അഹ്കാമുകൾ വളരെ കുറവാണ്, ഫിഖ്ഹിയായ മസ്അലകൾ വളരെ കുറവാണ്. കാര്യമായും മദനിയായ സൂറത്തുകളിൽ മദീനയെത്തിയ ശേഷം പഠിപ്പിക്കപ്പെട്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ മക്ക കാലഘട്ടത്തിൽ പഠിപ്പിക്കപ്പെട്ടത് ഒന്ന് വിശ്വാസമാണ്. വിശ്വാസം മാത്രമല്ല, സംസ്കാരവും സ്വഭാവവും കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസം മാത്രമല്ല മക്ക കാലത്ത് പഠിപ്പിച്ചത്, എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? സ്വഭാവവും സംസ്കാരവും പഠിപ്പിച്ചിട്ടുണ്ട്. വ്യഭിചരിക്കാൻ പാടില്ല, കുടുംബബന്ധം ചേർക്കണം, സത്യം പറയണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടുന്ന് പഠിപ്പിച്ചാണ്? മക്കയിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മദീനയിലെത്താൻ കാത്തുന്നിട്ടില്ല. എന്നാ നിസ്കാരത്തിന്റെ വിധിവിലക്കുകളോ മദീനയിലെത്തിയതിന്റെ ശേഷമാണ്. 5 വക്ത് നിസ്കാരമൊക്കെ അത് മദീനത്തിന് തൊട്ട് പിന്നെ നുബുവത്തിന്റെ 10ാമത്തെ വർഷം എന്ന് വെച്ചാൽ ഹിജ്റ പോണീന്റെ 3 വർഷം മുമ്പാണ് നിസ്കാരം, 5 വക്ത് നിസ്കാരം നിർബന്ധമാകുന്നത്. പിന്നെ സക്കാത്തും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മദീനയിലെത്തിയ ശേഷം. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, പിശാച്ചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കോപ്പും കോളും പടച്ച റബ്ബ് നമ്മൾ എവിടുന്ന് തന്നെ മനസ്സിലാക്കണം. തൗഹീദ് കിട്ടുമ്പോ തന്നെ നമ്മൾക്ക് സംസ്കാരവും കിട്ടണം, തസ്കിയത്തും കൂടെ കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ തൗഹീദി പ്രഭാഷണത്തിലും പിന്നെ സുന്നത്തിലേക്കുള്ള ക്ഷണത്തിലും സലഫിയത്ത് പറയുമ്പോൾ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ തസ്കിയത്ത് ഉൾപ്പെടുത്താനുള്ള കാരണം എന്താ? അത് ഖുർആന്റെ മനഹജാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനഹജാണ്. മക്കയിലുള്ള പ്രബോധനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൗഹീദിന്റെ ആഖിറത്തിന്റെ റിസാലത്തിന്റെയും കൂടെ നല്ല സ്വഭാവങ്ങളും സത്യസന്ധത പുലർത്തുന്നതിന്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ സുഫിയാൻ ഹിറക്കിൽ ചക്രവർത്തിന്റെ അടുത്ത് പോയ സമയത്ത് ഹിറക്കിലിനോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് മുഹമ്മദ് പറയുന്നത്? അപ്പോ അബൂ സുഫിയാൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ഞങ്ങളെ പിതാക്കന്മാർ പറഞ്ഞൊന്നും കേൾക്കാൻ നിൽക്കരുത്, പിന്നെ സത്യമാണ് പിൻപറ്റേണ്ടത്, ഞങ്ങളോട് കുടുംബബന്ധം ചേർക്കാൻ കൽപ്പിക്കുന്നു, പിന്നെന്താ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കൽപ്പിക്കുന്നു, ഞങ്ങളോട് പിന്നെ സത്യം മാത്രം പറയാൻ കൽപ്പിക്കുന്നു, വാഗ്ദാനങ്ങൾ പാലിക്കാൻ കൽപ്പിക്കുന്നു. ഇതൊക്കെ വിശ്വാസമാണോ? ഇതൊക്കെ അഖീദയാണോ? അല്ല, ഇതൊക്കെ സ്വഭാവം സംസ്കാരമാണ്. ഇത് മക്കയിലുണ്ടായിരുന്ന അബൂ സുഫിയാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് പ്രബോധനം ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അർത്ഥം. വേറെ ഹദീസുകൾ അതിന് തെളിവായിട്ട് കാണാൻ സാധിക്കും. അപ്പോ അഖീദന്റെ കൂടെ പഠിപ്പിക്കേണ്ടതാണെന്ത്? സ്വഭാവവും സംസ്കാരവും. അതുകൊണ്ടാണ്
പിന്നെ അഖീദന്റെ ഗ്രന്ഥങ്ങൾ രചിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതന്മാർ അഖീദിലെ ഗ്രന്ഥങ്ങൾ രചിച്ചപ്പോൾ അതിലെ ഏറ്റവും അവസാനത്തെ അധ്യായം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാർ അഖീദുൽ വാസിത്തിയ എന്ന വളരെ വിഖ്യാതമായ അഖീദ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ ഏറ്റവും അവസാനം അദ്ദേഹം സ്വഭാവത്തെക്കുറിച്ചൊരു അധ്യായം ഉൾപ്പെടുത്തി കാണാൻ സാധിക്കും. അതിൽ കർമ്മങ്ങളൊന്നുമില്ല, അഖീദ പഠിപ്പിക്കാൻ രചിച്ച ഗ്രന്ഥം, പക്ഷെ അതിൽ എന്ത് ഉൾപ്പെടുത്തി? അഖ്ലാഖ് ഉൾപ്പെടുത്തി. അപ്പം സ്വഭാവത്തിന് അത്രയും മഹത്വമുണ്ട്. അതുകൊണ്ടാണ് പിശാച് നമ്മളെ ഒന്നിൽ കഴിഞ്ഞാൽ ഇവിടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നോക്കും അല്ല. അതുകൊണ്ടാണ് അഖീദയും മൻഹജും രണ്ട് കണ്ടീഷൻ ഉണ്ടാവണം. അത് നമ്മള് പിന്നെ ഇത് പറഞ്ഞ ഇസ്തിആദ പഠിപ്പിച്ചപ്പോ പറഞ്ഞിരുന്നതിന്റെ ഓർമ്മ അല്ലേ? അതായത് ഇന്നഹു ലൈസ ലക സുൽത്താനുൻ അലൽ ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതായത് പിശാച് റബ്ബിനോട് പറയാണെന്ത്? ഞാൻ അവരെ പിഴപ്പിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനോട് പറയാണെന്ത്? ഇന്നഹു ലൈസ ലക സുൽത്താനുൻ അലൽ ലദീന ആമനു. വിശ്വസിച്ച ആളുകളുടെ മേൽ നിനക്കൊരു അധികാരമില്ല, ഈമാൻ ഉള്ളവരുടെ മേൽ നിനക്കൊരു സ്വാധീനം ചെലുത്താൻ കഴിയൂല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. രക്ഷിതാവെങ്കിൽ എന്ത് ചെയ്യണം? തവക്കുൽ ഉണ്ടാകണം. പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടാകണം. നമ്മൾ മുഖ്ലിസീൻ ഇഖ്ലാസ് ഉള്ളവർ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ പിന്നെ എന്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ പറയുമ്പോൾ അത് പറഞ്ഞിട്ടും നമുക്ക് ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരും, അത് പറഞ്ഞിട്ടും നമുക്ക് ഖുർആൻ ഓതുമ്പോൾ ക്ഷീണം വരും, അല്ലെങ്കിൽ മടുപ്പ് വരും. എന്തുകൊണ്ടാ? അത് പറയേണ്ട രീതി ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് രീതി, ഞാനിത് പറയുമ്പോൾ അള്ളാഹു എന്നെ സംരക്ഷിക്കും എന്നുള്ള ഈമാൻ മനസ്സിൽ വരണം. ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു, അവനിൽ ഭരമേൽപ്പിച്ചവൻ അവന്റെ സംരക്ഷണം ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി, തവക്കുലോടുകൂടി, ഈമാനോടുകൂടിയാണ് നമ്മൾ അഊദു ചൊല്ലിയതെങ്കിൽ പിന്നെ പിശാചിന്റെ ഒരു സ്വാധീനവും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കി, ആ ഖുർആനോത്തിൽ പിശാചിന് ഒരു നിലക്കും ഇടപെടാൻ കഴിയൂല, ഒരു നിലക്കും ഇടപെടാൻ കഴിയൂല. നമുക്ക് വേറെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമെന്നല്ലാതെ പിശാചിന്റെ പ്രയാസം ഉണ്ടാവില്ല. ഈ രണ്ട് കണ്ടീഷൻ പാലിക്കപ്പെടണമെന്ന് മാത്രം. അപ്പോ അത് ശരിയാണ്, ഉണ്ടാവണം. പിന്നെ അതുകൊണ്ടാണ് ഇബാദത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചിരുന്നു, ഇബാദത്ത് ചെയ്യൽ മാത്രം പോരാ, ഇബാദത്ത് ചെയ്യണിൽ എന്ത് വേണം? തവക്കുൽ വേണം. നമ്മൾ പറഞ്ഞില്ല ഫഅബ്ദുഹു വതവക്കൽ അലൈഹി, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ പറഞ്ഞപ്പോൾ നമ്മൾ വിശദീകരിച്ചിരുന്നു അല്ലേ? ഇബാദത്തിൽ നമുക്ക് എന്ത് വേണം? തവക്കുൽ വേണം. പടച്ച റബ്ബിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, എന്റെ ആരാധന കർമ്മങ്ങളിൽ, എന്റെ നിസ്കാരങ്ങളിൽ, എന്റെ സക്കാത്തിൽ, എന്റെ നന്മകളിൽ എനിക്ക് ഞാനൊക്കെ ചെയ്യും, ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള ചിന്ത ഒരിക്കലും നമുക്ക് വന്നു പോകരുത്. നമുക്ക് എന്ത് ചിന്ത വരണ്ടേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ചിന്ത നമുക്ക് വരേണ്ടത്. പടച്ചോനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവും ഇല്ല. അള്ളാഹു എനിക്ക് അതിന് തൗഫീഖ് നൽകും, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എനിക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി തരും, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവൻക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് എനിക്ക് നൽകും, ഞാൻ അവനിൽ തവക്കുലാക്കിയിട്ടുണ്ട്, അവനോട് ഇസ്തിആനത്ത് നടത്തിയിട്ടുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ, ആ വിശ്വാസത്തിലാണ് നമ്മൾ ആരാധന കർമ്മങ്ങൾ ഏർപ്പെടുന്നതോ അതിന് പരിശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് ആരാധന കർമ്മങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാകും, വളരെ എളുപ്പം കടന്നു വരും എന്ന് പണ്ഡിതന്മാര് ഹദീസുകളും ആയത്തുകളെയും മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിശാചിന്റെ വഴിപിഴപ്പിക്കുന്ന ഒരു സൂറത്തുൽ ആറാഫിന്റെ 200-202 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് കാണാൻ സാധിക്കും. 8 മണിയായില്ലേ? എന്താ ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കല്ലേ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ടാവും ചിലപ്പോൾ, ഉറപ്പില്ല. അപ്പോ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിശാചിന്റെ ഷർറുകളിൽ നിന്ന് മരണം വരെ അവന്റെ കെടുതികളിൽ അകപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അതിവിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ തെറ്റുകളിൽ അകപ്പെട്ടു പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തെറ്റുകളിൽ നിന്നും അള്ളാഹുവിന് വെറുപ്പും കോപവും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമാറാകട്ടെ. അഥവാ വന്നുപോയാൽ തൊട്ടുടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അകപ്പെടാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ പരിചയത്തിൽ നമുക്കിടയിലുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ശാശ്വതമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നുമുള്ള മോചനവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാർ, ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കുറച്ച് വിശദീകരിച്ച് പറയേണ്ടതായിരുന്നു, എന്നാൽ ഒറ്റ വാക്കിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ നാട്ടിൽ ഇവിടെ നമുക്കൊരു പള്ളി ഇതുവരെ ഇല്ല, ഒരു സെന്ററേ ഉള്ളൂ. പള്ളി വരെ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അപ്പൊ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള പണിയെടുക്കണം. ഒരു പള്ളി നമുക്ക് ഇവിടെ വന്നാൽ ഒരുപാട് ഖൈറുകൾ നമുക്കതിലുണ്ട്, അല്ലെ? ഒരു പള്ളിയിലൂടെയാണ് വളരെയധികം ദഅവത്ത് നടക്കുക. വെള്ളിയാഴ്ച ഖുതുബകളിലൂടെ ഒരുപാട് ആളുകൾ സലഫിയത്തിലേക്കും തൗഹീദിലേക്കും സുന്നത്തിന്റെ മാർഗത്തിലേക്ക് വരണമെങ്കിൽ പള്ളി വേണം. 5 വക്ത് നമുക്കിപ്പോ ഇടങ്ങാറാവുകയാണ്, ഒന്നിക്ക് ഈ പള്ളി പോകണം, അല്ലെങ്കിൽ ആ പള്ളി പോയി എവിടെ പോയാലും മനസ്സമാനത്തോടു കൂടി നിസ്കരിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് വിട്ടേക്ക് പോകണം. അപ്പൊ നമുക്ക് ശരിയായ അഖീദയുള്ള, ശരിയായ മൻഹജിലുള്ള നല്ല ഇമാമിനെ നിർത്തി നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റിയൊരു പള്ളി നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയിട്ട് ആദ്യം ചെയ്ത പണി എന്താ? പള്ളി ഉണ്ടാക്കലാണ്. മസ്ജിദുൻ നബവി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പള്ളി ഉണ്ടാക്കി. റസൂലുള്ള മസ്ജിദുൻ നബവി ഉണ്ടാക്കുന്നതിന് മുമ്പ് അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? ഖുബായിൽ പള്ളി ഉണ്ടാക്കി. ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി ഖുബാ പള്ളിയാണ്. പിന്നെ മസ്ജിദുൻ നബവി ഉണ്ടാക്കി. അപ്പോൾ പള്ളിക്കുള്ള പ്രാധാന്യമാണ്. നമ്മൾ അതിനുള്ളൊരു ഉദ്യമം നമ്മുടെ പ്രവർത്തകരോടെ തുടങ്ങാനുള്ള ആലോചന ഉണ്ട്, നിന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അതിനുള്ള ചുവടുവെപ്പുകൾ നമ്മൾ പെട്ടെന്ന് നടത്തുക. ഏറ്റവും നല്ല അനുയോജ്യമായ സ്ഥലം നോക്കി കച്ചവടാക്കുക. പെട്ടെന്ന് തന്നെ കഴിയുന്ന കാര്യം എന്ത് ചെയ്യാം? പള്ളി പെട്ടെന്ന് പൊന്തിക്കുക. നമുക്ക് ഈ ഇരുത്ത് നമുക്ക് പള്ളിയിൽ ഇരിക്കാൻ പറ്റും. പള്ളിയിൽ ഇരിക്കുന്നതിന്റെ മഹത്വം വേറെ എവിടെ ഇരുന്നാലും കിട്ടൂല. പള്ളിയിൽ ദീന് പഠിക്കാൻ വേണ്ടി വരുന്നതിന് പ്രത്യേകം ഹദീസുകളിൽ ഫദ്ലുകൾ പഠിപ്പിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പള്ളി ഇല്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പള്ളിക്ക് വേണ്ടി പള്ളി വരണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, നിയ്യത്ത് നമുക്കുണ്ടെങ്കിൽ, ഈ പള്ളിയിൽ ഇരിക്കുന്ന കൂലി തന്നെ അതുകൊണ്ട് കിട്ടും, നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ നിയ്യത്ത് ഉണ്ടെങ്കിൽ അതിനുള്ള പണി എടുക്കും, അല്ലാതെ നിയ്യത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനുള്ള ഒരു പണി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ ഖബറിലേക്ക് ഇലാ യൗമിൽ ഖിയാമ പുണ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു കർമ്മമാണ്. അപ്പൊ നമ്മളൊക്കെ അതിന്റെ ഭാഗവാക്കാകാൻ പരിശ്രമിക്കാം. എന്റെ നാട്ടിലൊരു പള്ളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. രണ്ട് നിലന്റെ പിന്നെ ഇത് കഴിഞ്ഞു, തേപ്പ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള അവസാനഘട്ട പണികളാണുള്ളത്. അപ്പൊ അതിലേക്കും തരാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം? സംഖ്യകൾ ഓഫർ ചെയ്യാൻ തരാം. പിന്നെ ഇനിയാണ് ഒരുപാട് ചെലവുള്ള പണിയുള്ളത്. നമുക്കറിയാലോ, അവസാനത്തിലുള്ള ബാക്കിയുള്ള തേപ്പാണ്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള പണികൾക്ക് ഭയങ്കര ചെലവാണ്. അപ്പൊ ആ പണിയൊക്കെ ഇനി ബാക്കിയാണ്. 2 നിലയാണ് ഇപ്പോൾ ഉള്ളത്. 4 നിലയാണ് മൊത്തം പള്ളി കാണുന്നത്. നമ്മളെ ഷാഗിയിൽ അൽഹംദുലില്ലാ 200-ലധികം മെമ്പർമാരുണ്ട് ഞങ്ങളെ ഷാഗിയിൽ. പക്ഷെ ഒരു പള്ളി കേരളത്തിന്റെ അടുത്തൊരു പള്ളി ഉണ്ട്, നമുക്കവിടെ ഒന്നുമില്ല. അപ്പൊ അത് അങ്ങാടിയിലാണ്. അവിടുന്ന് കുറച്ച് വിട്ട് എന്റെ വീടിന്റെ നേരെ മുമ്പിലാണ് നമ്മളെ നാട്ടിലെ പള്ളി. സന്ദർഭവശാൽ പറഞ്ഞെന്നുള്ളൂ. പിന്നെ അൽഹംദുലില്ലാ നമ്മളെ നാട്ടില് പിന്നെ ജാമ്യയിലെ അധ്യാപകൻ എന്റെ നാട്ടുകാരനാണ്, മുഹമ്മദ് അലി ബാക്കവി. ജാമ്യയിൽ പഠിച്ച അദ്ദേഹത്തിന്റെ മകൻ ജാമ്യയിൽ ഇപ്പോൾ ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ അനിയൻ ജാമ്യയിൽ പഠിച്ചതാണ്. ഞാനും ജാമ്യയിൽ പഠിച്ചപ്പോൾ ക്ലാസ്സുകളും ദർസുകളും ഒക്കെ നടത്താൻ അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പള്ളി വന്നാൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് ചെയ്യും. പിന്നെ നമ്മളെ മണ്ഡലത്തിന്റെ, ഞങ്ങളുടെ സോണൽ, ഞങ്ങളെ പിന്നെ പെരുവള്ളൂർ മണ്ഡലത്തിന്റെ കേന്ദ്രമാണ് പറമ്പിൽപീടിക ശാഖ. ഇപ്പൊ നമുക്ക് അവിടെ ഉള്ളത് ഒരു വാടക ഷെഡാണ്. മദ്രസും ക്ലാസ്സും ഒക്കെ അവിടെ നടക്കല്. സ്ഥലം വളരെ പരിമിതമാണ്. അപ്പോ പിന്നെ അതും ശ്രദ്ധയിലുണ്ടാവുക. ഇവിടുത്തെ പള്ളിയാണ് കാര്യമായിട്ട് നോക്കേണ്ടത്. എന്നാൽ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ ആ ഖൈറിൽ ഭാഗവാക്കാകാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് എന്നെ സമീപിക്കാം. പൈസ തരാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം, ഒക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിൽ ഭാഗവാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.